ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERTയുടെ സയൻസിൻ്റെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. പലരും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ SCERTയുടെ സയൻസ് സീരീസ് ചെയ്യാണ്. അത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സയൻസ് നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്നുള്ള പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിലത്തെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന എക്സാംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഒന്നരാടം ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് കേട്ടോ. SCERT ക്ലാസ് ഒന്നരാടം ആയിരിക്കും വരുന്നത്. കാരണം ഇത് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നരാടം ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ PDF നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5ാം ക്ലാസ്സിലത്തെ സസ്യലോകത്തെ അടുത്തറിയാമെന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാണ്. തന്നിരിക്കുന്നതിൽ ആസ്യരന്ധ്രത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? എന്താ പറഞ്ഞല്ലേ, ആസ്യരന്ധ്രത്തിന്റെ എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റോയുടെ സവിശേഷത അല്ലാത്തത് ഏത്? വേഗം ഒന്ന് ഓപ്ഷൻസ് വായിച്ചോളൂ. ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്നു. സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നു. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സവിശേഷത? ആൻസർ, സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്നു. ഇത് സ്റ്റൊമാറ്റോയുടെ പരിപാടിയാണോ? ഈ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്ന സ്റ്റൊമാറ്റോ ആണോ? അല്ല. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലവും അതുപോലെ തന്നെ ലവണവും ഇതൊക്കെ ആഗിരണം ചെയ്യുന്ന വേരുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി 3 പോയിന്റ്സുകൾ ഇപ്പം തന്നെ പഠിക്കുക. ഏതൊക്കെയാണ്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് ഈ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. വാതക വിനിമയത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഈ സുഷിരങ്ങളിലൂടെ എന്താ പറയുക, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും, ഓക്സിജനെ പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ ഓക്സിജനെ സ്വീകരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് വിടും. അപ്പോൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു കേട്ടോ. പിന്നെന്താ, സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 എക്സ്ട്രാ പോയിന്റ്സുകൾ കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റോ നിർമ്മിക്കപ്പെടുന്നത് ഗാർഡ് സെൽസ് കൊണ്ടാണെന്നുള്ളത് ഓർക്കണം. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സ്റ്റൊമാറ്റോ നിർമ്മിക്കപ്പെടുന്നത് ഗാർഡ് സെൽസ് കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ആസ്യരന്ധ്രം തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊട്ടാഷ്യം അയോൺസ് ആണ് കേട്ടോ. സ്റ്റൊമാറ്റോ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ലോഹം ഏതാണ്? പൊട്ടാഷ്യം അയോൺസ് ആണ്. ആസ്യരന്ധ്രം തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അബ്സിസിക് ആസിഡ് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോയിന്റ്സുകൾ നോക്കാമല്ലോ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. അർത്ഥപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ് അല്ലേ. പിന്നെ റഫ്ലേഷ്യ ഒരു പൂർണ്ണപരാതമാണ്, കറക്റ്റാണ്. മൂടില താളി ഒരു അർത്ഥപരാതമാണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ പരാത സസ്യങ്ങൾ, അതായത് പാരസിറ്റിക് പ്ലാന്റ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അർത്ഥപരാതവും ഒന്ന് പൂർണ്ണപരാതവും. അപ്പോൾ അർത്ഥപരാതം എന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും ഒക്കെ ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് അവർ തന്നെയാണ് സ്വയമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് അർത്ഥപരാതം കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തിൽ കണ്ണിയാണ്. അതേപോലെ തന്നെ പൂർണ്ണപരാതം പറയുകയാണെങ്കിൽ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചുള്ള ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതം. അതായത് ഒരു പണിയും ചെയ്യാണ്ട് ആതിഥേയ സസ്യം നിർമ്മിക്കുന്ന ആഹാരം മുഴുവനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മൂടില്ല താളി, അതുപോലെ തന്നെ റഫ്ലേഷ്യ. അപ്പോൾ മൂടില്ല താളി നമുക്ക് എളുപ്പത്തിൽ ആലോചിക്കാം. അതിനൊരു മൂടില്ല അല്ലേ, ഒരു മൂടില്ല ഫുഡൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുക എന്നൊക്കെ ആലോചിക്കാം കേട്ടോ, ആഹാരം വലിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ മൂടില്ല താളി കിട്ടിയല്ലോ അതിൻ്റെ എക്സാമ്പിളായിട്ട്. പിന്നെ റഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ പൂവാണ് റഫ്ലേഷ്യ എന്നറിയപ്പെടുന്നത് അല്ലേ. കണക്ട് ചെയ്യാം, കാരണം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ റഫ്ലേഷ്യ ഇത് മുഴുവനും വലിച്ചെടുത്തിട്ട് നല്ല സൈസായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. പൂർണ്ണപരാതത്തിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൂടില്ല താളിയും റഫ്ലേഷ്യം. അർത്ഥപരാതം എന്ന് പറഞ്ഞാൽ പകുതി പണി അവർ ചെയ്യും, പകുതി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അവർ ചെയ്യും, പക്ഷേ ജലവും ലവണമൊക്കെ അവർ വലിച്ചെടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അർത്ഥപരാതം കേട്ടോ. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി. അപ്പോൾ പകുതി കണ്ണുള്ളൂന്നോ അല്ലെങ്കിൽ ഒറ്റ കണ്ണ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക കേട്ടോ. അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ. അപ്പോൾ പകുതി കണ്ണ് എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എക്സാമിന് ചിലപ്പം ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കണ്ടൽ ചെടിയുടെ വേരുകൾ ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ്, കറക്റ്റാണ്. മരിച്ചീനി ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന അവയുടെ വേരുകളിലാണ്, കറക്റ്റാണ് അല്ലേ. ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്, ശരിയാണോ? ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകളാണോ?
അപ്പോൾ ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകളാണോ? അല്ല, വേരുകളല്ല അല്ലെ, സ്റ്റെം ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള തെറ്റ്. കണ്ടൽ ചെടിയിലെ ശ്വസന വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക. കണ്ടൽ ചെടിയുടെ വേരുകൾ ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ്. മരിച്ചീനി ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന അവയുടെ വേരുകളിലാണ്. അതുപോലെ തന്നെ കണ്ടൽ ചെടിയിലെ ശ്വസന വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ കണ്ടൽ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടി കാണപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഏതാ, കണ്ണൂരാണ്. പിന്നെ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന സസ്യമാണ് കണ്ടൽ ചെടി എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതിലേക്ക് വരാം. തന്നിരിക്കുന്നതിൽ ആരോഹികളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്ലൈംബേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് പോയിന്റ്സുകൾ നോക്കാം. പ്രധാനങ്ങൾ കാണപ്പെടുന്നു, അതായത് ടെൻഡ്രിൽസ് കാണപ്പെടുന്നു ക്ലൈംബേഴ്സിന്. കറക്റ്റാണ്. മറ്റ് ചെടികൾ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ക്ലൈംബേഴ്സ്. അതും ശരിയാണ്. ചില ആരോഹികൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റ് സസ്യങ്ങളിൽ പിടിച്ചു കയറുന്നത്. ശരിയാണ്. മധുരക്കിഴങ്ങ്, സ്ട്രോബെറി എന്നിവ ആരോഹികളാണ്. ശരിയാണോ? മധുരക്കിഴങ്ങും സ്ട്രോബെറിയും ആരോഹികളാണോ? അല്ല, അത് ക്രീപ്പേഴ്സ് ആണ് അല്ലേ. ഇഴവള്ളികളാണ് മധുരക്കിഴങ്ങും സ്ട്രോബെറിയും. അപ്പം ഞാൻ ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ക്ലൈംബേഴ്സും ഉണ്ട്, ക്രീപ്പേഴ്സും ഉണ്ട്. ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒന്ന് ഉയർന്നു വരണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കട്ടോ ഈ ക്ലൈംബേഴ്സ്. അതായത് മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്നുള്ളത് ഓർക്കുക, ക്ലൈംബേഴ്സ്. അപ്പം അതുപോലെ തന്നെ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴവള്ളികൾ. അവർക്ക് ഉയർന്നു വരണം എന്നുള്ള ചിന്തയൊന്നുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും താഴെയൊക്കെ കിടന്നാൽ മതി എന്നുള്ള ആൾക്കാരാണ് ക്രീപ്പേഴ്സ്. അതായത് നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്രീപ്പേഴ്സിന് പ്രധാനങ്ങളോ അല്ലെങ്കിൽ പറ്റുവേരുകളോ ഒന്നും ഇല്ല. അപ്പോൾ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ടെൻഡ്രിൽസ്. അപ്പോൾ ടെൻഡ്രിൽസിൻ്റെ ചെറിയൊരു പടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നത് കേട്ടോ, ഏത് ക്ലൈംബേഴ്സിൻ്റെ. അതേസമയം ക്രീപ്പേഴ്സിനകത്ത് ഈ പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളത് ആലോചിക്കുക. കാരണം അവർക്ക് എന്തായാലും ഗ്രൗണ്ടിൽ കിടന്നാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇഴവള്ളികളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങും സ്ട്രോബെറിയൊക്കെ ഇഴവള്ളികളാണ്, ക്രീപ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അതേസമയം നമുക്ക് കുറച്ച് ഉയർന്നു പോകണമെങ്കിൽ കുറച്ച് അധ്വാനമൊക്കെ വേണം അല്ലേ. അപ്പം കുരുമുളക്, പാവൽ, പടവലം ഇതൊക്കെയാണ് ക്ലൈംബേഴ്സ്. അതായത് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ, നമ്മുടെ പാവയ്ക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ കൈപ്പേറിയിട്ടുള്ള ഇത് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലൈംബേഴ്സ്, അതൊക്കെ ആയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. കുരുമുളക്, പടവലം, പാവൽ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വേഗം പറഞ്ഞോളൂ. ആൻസർ താങ്ങുവേരുകളാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പം ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രാഞ്ചസിൽ നിന്ന് അല്ലെങ്കിൽ ശിഖരങ്ങളിൽ നിന്ന് താഴത്തേക്ക് വളരുന്ന വേരുകളാണ് ഏത് വേരുകൾ? താങ്ങുവേരുകൾ എന്നുള്ളത് ഓർക്കുക. അതേസമയം പൊയ്ക്കാൽ വേരുകളുണ്ട്, രണ്ട് തരത്തിലുണ്ട്. പൊയ്ക്കാൽ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടിൽ നിന്ന് താഴത്തേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങ് കയറിക്കോളും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പേരാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറ്റിയിട്ടുള്ളത്? ഇതിൻ്റെ ശിഖരങ്ങൾ, ഇതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നാണ് വേരുകൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. അതാണ് താങ്ങുവേരുകൾ കേട്ടോ. അതേസമയം ഇത് നോക്കിയേ, പൊയ്ക്കാൽ വേരുകൾ നോക്കിയേ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആറ്റുകൈത. തണ്ടിൽ നിന്ന്, ഇതിൻ്റെ തണ്ട് ഇതല്ല, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആയി വിശ്വസിക്കുന്നത് രണ്ടും പഠിച്ചു വെച്ചേക്കണേ. ശിഖരങ്ങളിൽ നിന്ന് വരുന്നത് താങ്ങുവേരുകളും തണ്ടിൽ നിന്ന് താഴത്തേക്ക് വളർന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്നത് ഏതാണ്? ഏതായിരിക്കും? ആൻസർ ആന്തോസയാനിൻ ആണ് കേട്ടോ. അപ്പം ചുവപ്പ് നിറമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലകൾക്ക് മാത്രമല്ല പൂക്കൾക്കും തണ്ടിനും ഇതിനെല്ലാത്തിനും ചുവപ്പ് നിറം നൽകുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്തോസയാനിൻ എന്നുള്ളത് ഓർക്കുക. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ അകത്ത് അന്തർന്നൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വെറുതെ ഒരു കോഡ് വെച്ചേക്കാണ്. നമ്മുടെ ബോഡിയുടെ അന്തറിൽ എന്താ ഉള്ളത്? ചോരയൊക്കെയാണ്, അപ്പോൾ റെഡ് കളറാണ്. അങ്ങനെയൊക്കെ ഞാൻ വെറുതെ ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരോട്ടിൻ എന്ന് പറയുമ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓറഞ്ചും മഞ്ഞയും കലർന്നുള്ള നിറം. പിന്നെ സാന്തോഫിൽ മഞ്ഞ നിറമാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും എന്താ പറയുക സുഖകരമായിട്ടുള്ള നിറം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഞ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സാന്തോഫിൽ മഞ്ഞ നിറം എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കോഡ്സ് ഉണ്ടാക്കുക, ഞാൻ ജസ്റ്റ് ഓർത്ത കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറുന്നു. അത് കറക്റ്റ് അല്ലേ? അതെ അല്ലേ. ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവും, അത് പിന്നീട് അന്നജമായിട്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തു വിടുന്നില്ല. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതുകൊണ്ട് ഓക്സിജൻ പുറത്തു വിടുന്നില്ല, അതും കറക്റ്റാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ശരിയാണോ?
അല്ല, തെറ്റാണ്. ഞാൻ എക്സ്പ്ലനേഷൻ തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു. അതെ, അവർ സ്വയമായിട്ട് അവർ ആഹാരം പാകം ചെയ്യുന്നതിൽ അവയെ സ്വപോഷികൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ശ്വസനവുമുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സിന് എന്ത് വേണം? അവർ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അത് ഏത് സമയത്താണ്? പകൽ സമയം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷെ അതേസമയം ശ്വസനം നടക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് പ്ലാന്റ്സ്. അവരെന്തെടുക്കുന്നത്? ഓക്സിജൻ അകത്തേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. മനസ്സിലായോ? അപ്പോൾ രാത്രി സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, പ്രകാശ സംശ്ലേഷണം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്നത് ശ്വസനമാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സ് എന്തായിരിക്കും പുറത്തേക്ക് വിടുന്നത്? തീർച്ചയായിട്ടും ഇത് പഠിക്കേണ്ട കാര്യമാണ്. രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത് നമ്മളെ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മൾ കിടക്കുന്ന റൂമിൽ പ്ലാന്റ്സ് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം അവിടെ ഓക്സിജന്റെ കണ്ടന്റ് കുറയാം. നമ്മളും ഓക്സിജൻ വലിച്ചെടുക്കും, പ്ലാന്റ്സും ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഓക്സിജന്റെ കണ്ടന്റ് കുറയാണ് കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺ. അതുപോലെ തന്നെ ഒരു PYQ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആൽമരത്തിൻ്റെ അടിയിൽ രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. ഇത് തന്നെയാണ് റീസൺ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഫോട്ടോസിന്തസിസും ശ്വസനവും മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ എപ്പിഫൈറ്റുകളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? നമുക്ക് പോയിന്റ്സുകൾ നോക്കാം. എപ്പിഫൈറ്റ് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് മരവാഴ. കറക്റ്റാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യങ്ങൾ ആശ്രയിക്കുന്ന ജീവികളാണ് എപ്പിഫൈറ്റുകൾ. ശരിയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യ ഭാഗമാണ് എപ്പിഫൈറ്റുകൾ. കറക്റ്റാണ്. നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. ആഹാരത്തിനായിട്ട് മറ്റ് സസ്യങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. തെറ്റല്ലേ? അപ്പോൾ എപ്പിഫൈറ്റുകളെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. എപ്പിഫൈറ്റുകൾ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. അവർക്ക് ജസ്റ്റ് വാസസ്ഥലം മാത്രം മതി കേട്ടോ. അവർക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് താമസിക്കണം, അത് മാത്രം മതി. ബാക്കി ഫുഡോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ട. അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാരാണ് കേട്ടോ എപ്പിഫൈറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മരവാഴയൊക്കെ ആലോചിക്കാം. നമുക്ക് ജസ്റ്റ് വാഴ ആലോചിക്കാമല്ലോ. വാഴയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലം കൊടുത്താൽ പോരെ. അത് അല്ലാണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അത് കാരണം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം ഇങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഈ പറഞ്ഞിട്ടുള്ള എപ്പിഫൈറ്റുകൾ ഉപദ്രവകാരികളാണോ എന്നുള്ള തരത്തിലൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് വാസസ്ഥലം മാത്രം അവർക്ക് മതി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പ്രശ്നക്കാരാരാ? നമ്മുടെ അർത്ഥപരാതവും പൂർണ്ണപരാതവും എന്നുള്ളത് ഓർക്കുക. തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏത്? ഏതാ? നിയോട്ടിയാണോ, മോണോട്രോപ്പയാണോ, റഫ്ലേഷിയാണോ, കൂണാണോ? അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിഫൈറ്റിന് ഉദാഹരണം ഏത്? ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ എപ്പിഫൈറ്റ്. അപ്പോൾ അവർക്ക് വാസസ്ഥലം മാത്രം മതി. നമ്മുടെ വാഴേനൊക്കെ ഓർക്കുക, മരവാഴയാണ് അല്ലേ? യെസ്. ഇത്തിൽ കണ്ണി ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒറ്റ കണ്ണ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ അർത്ഥം പകുതി കണ്ണ്, അപ്പോൾ അർത്ഥപരാതം എന്ന് ആലോചിക്കുക. റഫ്ലേഷിയും അതുപോലെ തന്നെ മൂടില്ല താളിയും പൂർണ്ണപരാതങ്ങളാണ്. അപ്പോൾ ഒന്നിനൊരു മൂടില്ല, അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ ഫ്ലവറാണ് എന്നൊക്കെ ഞാൻ കോഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഏതാണ്? ഏതാ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലൂക്കോസ്, ഓക്സിജൻ. അപ്പോൾ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 2ഉം 4ഉം ശരി, 3ഉം 4ഉം ശരി. എന്നാൽ നമ്മുടെ ആൻസർ ഗ്ലൂക്കോസും ഓക്സിജനും അതിൻ്റെ ഉൽപ്പന്നമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? C6H12O6 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓക്സിജനും കൂടെ കിട്ടുന്നുള്ള കാര്യം, പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേണമെങ്കിൽ വേറൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രകാശസംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഏത്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഓക്സിജൻ, പിന്നെ ഗ്ലൂക്കോസും ഓക്സിജനും ഇങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെക്കണം, ഗ്ലൂക്കോസും ഓക്സിജനും ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ SCERT ക്ലാസ് 5-ത്തെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് സസ്യലോകത്തെ അടുത്തറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒന്നിടവിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമുക്കൊരു കറക്റ്റ് ഒരു സീരീസ് ആയിട്ട് തന്നെ നമുക്ക് SCERT തീർക്കാം കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓളും കൂടെ കൊടുക്കുക. എന്നാലായിരിക്കും നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ ചെയ്തു കഴിഞ്ഞു, SCERT 5-ത്തെ. ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ജീവജലത്തിലെ പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തന്നിട്ടുള്ള PDF ഒക്കെ പഠിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ,
തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? അപ്പോൾ 4 ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം. ശരിയല്ലേ? വാതകങ്ങൾ തണുത്തിട്ട് ദ്രാവകമാകുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്, അതായത് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ജലം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ശരിയാണ്, ജലം നീരാവിയാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം, അതായത് ഇവാപ്പറേഷൻ. മേഘങ്ങൾ തണുത്ത് മഴയുണ്ടാകുന്നു, അതും കറക്റ്റാണ് അല്ലേ? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായിനി എന്ന് പറയുന്നു. ശരിയാണോ? ലീനം ഏതിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലായിനി എന്നാണോ പറയുന്നത്? അല്ല, അതിന് നമ്മൾ എന്താ പറയുക? ലായകം എന്ന് പറയുന്നു. ടെക്സ്റ്റിൽ നിന്ന് അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു കട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ നോക്കാം. ലീനം, ലായകം, ലായിനി, ഇങ്ങനെ 3 ആൾക്കാരാണുള്ളത് കേട്ടോ. ആരൊക്കെയാണ്? ലീനമുണ്ട്, ലായകമുണ്ട്, ലായിനി. ലീനത്തിന്റെ ഇംഗ്ലീഷ് സൊല്യൂട്ട്, ലായകം എന്ന് പറഞ്ഞാൽ സോൾവെന്റ്, ലായിനി എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോഴേക്കും നിങ്ങൾക്കത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ പഞ്ചസാര ഞാൻ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? പഞ്ചസാര ലായിനി കിട്ടും അല്ലേ? അപ്പോൾ ഈ പഞ്ചസാരേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്, അതായത് ലീനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിലാണ് നമ്മൾ അതിനെ ലയിപ്പിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവെന്റ് അഥവാ ലായകം എന്ന് പറയുന്നത്. അപ്പോൾ ലയിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ലായിനി കിട്ടും. അതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അപ്പോൾ ഈ 3 ടേംസുകൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത്, പഞ്ചസാര എന്ന് പറയുന്നത് ലീനമാണ്. എന്തിലാണോ ലയിപ്പിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് ലായകം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആ ലായിനിയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബോക്സ് നോക്കാം. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും എന്തിലാണോ ലയിക്കുന്നത് അതിനെ നമ്മൾ ലായകം എന്നും പറയുന്നു അല്ലേ? ലീനം ലായകത്തിൽ ലയിപ്പിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇതിനെ നമ്മൾ ലായനി എന്നാണോ പറയുക? ലീനം ഏതിലാണോ ലയിക്കുന്നതിനെ നമ്മൾ ലായനി എന്നാണോ പറയുക? അല്ല, ലായകം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ ഒരു ഫിഗറും കൂടെ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ SCERT 8th ഒരു ഫിഗറാണ് കേട്ടോ, ഒരു ചെറിയൊരു കട്ടിംഗ് ആണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ഇതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ പലർക്കും ഡൗട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ SCERT 5th കൊടുത്തിട്ടുള്ളത് സാന്ദ്രീകരണവും ബാഷ്പീകരണവുമാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് നമ്മൾ ദ്രാവകത്തെ വാതകമാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബാഷ്പീകരണം, അതായത് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതേസമയം വാതകത്തെ തിരിച്ച് ദ്രാവകമാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സാന്ദ്രീകരണം, അതായത് കണ്ടൻസേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷും ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. സെയിം ഫിഗർ തന്നെയാണ്, ഇംഗ്ലീഷിലും മലയാളം കൊടുത്തു എന്ന് മാത്രം. പിന്നെ ഗ്യാസിനെ സോളിഡ് ആക്കുന്നതും അതുപോലെ തന്നെ ലിക്വിഡിനെ സോളിഡ് ആക്കുന്നതും ദ്രാവകത്തെ ഖരമാക്കുന്നതും അതുപോലെ തന്നെ വാതകത്തെ ഖരമാക്കുന്നതിനെയും രണ്ടിനെയും നമ്മൾ പറയുന്നത് എന്താ? സോളിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഘനീഭവിക്കൽ എന്നാണ് കേട്ടോ. ഇനി ഖരത്തെ ദ്രാവകമാക്കുന്നതിനെ നമ്മൾ പറയുന്നത് ദ്രവീകരണം എന്നാണ്. അതുപോലെ തന്നെ ഖരം വാതകമാക്കുന്നതിനെ നമ്മൾ പറയുന്നത് ഉത്പതനം. ഉത്പതനം എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉത്പന്നത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയുള്ള? അമോണിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ നാഫ്തലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറ്റ ഗുളികയാണ് കേട്ടോ, പിന്നെ കർപ്പൂരം, അയോഡിൻ. അപ്പോൾ ഇതെല്ലാം ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കാണ് മാറുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ഫിഗറും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ SCERT 5th കൊടുത്തിട്ടുള്ള ഫിഗർ തന്നെയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം കേട്ടോ. അതായത് ജലാശയങ്ങളിലും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നീരാവിയായിട്ട് അന്തരീക്ഷത്തിൽ എത്തുകയാണ്. എന്നിട്ട് ഈ നീരാവി തണുത്തിട്ടാണ് എന്തുണ്ടാവുന്നത്? മേഘം ഉണ്ടാവുന്നത്, ക്ലൗഡ്സ് ഉണ്ടാവുന്നത്. മേഘം തണുത്തിട്ട് എന്തായിട്ട് മാറും? മഴയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്നത് ബാഷ്പീകരണം, ഇവാപ്പറേഷൻ. വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ക്ലൗഡ്സ് ആയിട്ട് മാറും അല്ലെ? കണ്ടൻസ് ഒക്കെ ചെയ്തിട്ട് ക്ലൗഡ്സ് ആയിട്ട് മാറും. എന്നിട്ട് ക്ലൗഡ്സ് വീണ്ടും തണുത്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? മഴയായിട്ട് മാറുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോഡ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനം ഏതാണ്? ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ലീനം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ലായകം എന്ന് പറയുന്നത് ഏതാണ്? വെള്ളമാണെന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ലായകം വെള്ളം, ലീനം കാർബൺ ഡൈ ഓക്സൈഡ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂമിയിലുള്ള ജലത്തിന്റെ 96.5% സമുദ്രജലമാണ്. അത് കറക്റ്റാണ് അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഭൂമിയിലുള്ള ജലത്തിന്റെ 3.5% ശുദ്ധജലമാണ്. അതും കറക്റ്റാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ജലം. ഇത് ശരിയാണോ? അല്ല, തെറ്റാണ്. മൂലകമാണോ ജലം എന്ന് പറയുന്നത്? അല്ല. പിന്നെ എന്താണ് ജലം? സംയുക്തമാണ് ജലം എന്ന് പറയുന്നത് അല്ലേ? സംയുക്തമാണ് ജലം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓക്സിജൻ ആണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിക്കുകയാണെങ്കിൽ ഓക്സിജനും, ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ കാൽഷ്യം ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. മനുഷ്യ ശരീരഭാരത്തിന്റെ 2/3 വെള്ളം കൊണ്ടുള്ളതാണ്. അത് കറക്റ്റാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിക് കുപ്പികളുടെ അടിഭാഗങ്ങൾ തമ്മിൽ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കുപ്പികളിൽ ജലം നിറച്ച ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ അവിടെ എന്താണ് സംഭവിക്കുക? എന്താ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയാം. പ്ലാസ്റ്റിക് കുപ്പികളുടെ അടിഭാഗങ്ങൾ തമ്മിൽ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കുപ്പികളിൽ ജലം നിറച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഒരു കുപ്പിയിലെ ജലവിധാനം മാത്രം ഉയരുന്നു. ഇത് ശരിയാണോ? അല്ല.
2 കുപ്പിയിലെ ജലവിധാനം ഒരേപോലെ ഉയരുന്നു. അതാണ് കറക്റ്റ് കേട്ടോ. ഒരു കുപ്പിയിലെ ജലവിധാനം ഉയരുന്നു, മറ്റേ കുപ്പിയിലെ ജലവിധാനം താഴുന്നു അല്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 2 കുപ്പികൾ നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു മേസൺ പൈപ്പ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കുപ്പീനകത്ത് കുറച്ചധികം വെള്ളമുണ്ട്, മറ്റേ കുപ്പീനകത്ത് കുറച്ച് വെള്ളമുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 കുപ്പികളിലും ഒരേപോലെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാരണം നമ്മളൊരു പൈപ്പ് ഉപയോഗിച്ചിട്ടല്ല അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും ഒരേ ഹൈറ്റ് ആവുന്ന വരെ വെള്ളം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതാണ് അതിൻ്റെ ജലവിധാനം ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കുക. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ 2 ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക, 2 പാത്രമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ വെള്ളമുണ്ട്, ഇതിനകത്ത് കുറച്ച് വെള്ളമുള്ളൂ എന്ന് വിചാരിക്കുക. ഈ 2 പാത്രങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്, ഒരു മേസൺ പൈപ്പ് വഴി ഒരു കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വേറെ ഒന്നുമല്ല, ഈ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ രണ്ടിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും, അതായത് ജലവിധാനം ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പോൾ വെള്ളം നിറച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ അല്പം മണലിട്ടാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുപ്പീനകത്ത് കുറച്ച് മണലിട്ട് കഴിഞ്ഞാൽ മറ്റേ കുപ്പിയിൽ എന്ത് പറ്റും? മണലിട്ട് കഴിയുമ്പോൾ ഒരു കുപ്പിയിലത്തെ വെള്ളം എന്തായാലും കൂടുമല്ലോ, അപ്പോൾ മറ്റേ കുപ്പിയിലത്തെ അളവും കൂടും എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ രണ്ടും ഒരേപോലെ ആയിരിക്കും, കാരണം രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ വാതകം ദ്രാവകത്തിൽ അലിഞ്ഞു ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണം ഏത്? വാതകം ദ്രാവകത്തിൽ അലിഞ്ഞ് ചേർന്നുണ്ടാകുന്ന ലായനിക്ക് ഉദാഹരണം ഏത്? വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ സോഡ വെള്ളമാണ് അല്ലേ. വാതകം ദ്രാവകത്തിൽ അലിഞ്ഞിട്ടുള്ളതാണ്, സോഡ വെള്ളമാണ് നമ്മുടെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക ജലദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? വേഗം ആൻസർ പറഞ്ഞോളൂ. ആൻസർ മാർച്ച് 22 ആണ്. അപ്പോൾ ഇതിന് ചെറിയൊരു കോഡുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കോഡ് തന്നെയായിരിക്കും. എന്താ? വനജയുടെ കാലക്ഷയം. വനജയുടെ കാലക്ഷയം ഒക്കെ സംഭവിച്ചുകൊണ്ട് മാർച്ച് ചെയ്തപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ മാർച്ച് മാസമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വനജയനം എന്ന് പറയുമ്പോൾ, വനം എന്ന് പറയുമ്പോൾ വനദിനം മാർച്ച് 21, ജലദിനം 22, അതുപോലെ തന്നെ കാലാവസ്ഥ ദിനം 23, മാർച്ച് 23, ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. 1000 ഘന സെൻറ്റിമീറ്റർ എത്ര ലിറ്റർ ആണ്? നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞേ. 1000 ഘന സെൻറ്റിമീറ്റർ എത്ര ലിറ്റർ ആണ്? ആൻസർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റിലത്തെ അതേപോലത്തെ ഉള്ളൊരു ഫിഗറാണ് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ഹൈറ്റും 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പെട്ടിയാണെന്ന് വിചാരിച്ചോ. മനസ്സിലായോ? അതായത് എല്ലാത്തിൻ്റെയും ഹൈറ്റൊക്കെ സെയിം ആണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റൊക്കെ സെയിം ആയിട്ടുള്ള ഒരു പെട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം വെള്ളം കൊള്ളുന്നു അതിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഒരു പെട്ടിയുടെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ 10 സെൻറ്റിമീറ്റർ ആണ്, അതിൽ എത്രത്തോളം വെള്ളം കൊള്ളുന്നു അതിനെയാണ് നമ്മൾ 1 ലിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 10 സെൻറ്റിമീറ്റർ നമ്മുടെ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ കണ്ടുപിടിക്കുക? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പോൾ ബേസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതാണ് 10 × 10, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ നമുക്ക് 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. ഇനി 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 1 ലിറ്റർ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജലത്തെ സാർവിക ലായകം എന്ന് വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം തന്നിരിക്കുന്നതിൽ ഏതാണ്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവ് ജലത്തിനുണ്ടായതുകൊണ്ട്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള സംയുക്തം ജലമായതുകൊണ്ട്, ഭൂമിയിലെ ജലത്തിന്റെ ഭൂരിഭാഗവും സമുദ്രജലമായതുകൊണ്ട്, ഇവയെല്ലാം. നമ്മുടെ ആൻസർ എന്താ? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവ് ജലത്തിനുണ്ടായതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മുമ്പ് നമ്മളോട് ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിനകത്ത് സാർവിക ലായകം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഇതേപോലത്തെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുകയാണ്. ജലം നീരാവിയാകുന്നു, ജലം ഐസാകുന്നു, ഐസ് ജലമാകുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരുകൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പറയാം. ഞാൻ ആൻസറിലേക്ക് പോവാം. ജലം നീരാവിയാകുന്നതിനെ നമ്മൾ പറയുന്നത് ബാഷ്പീകരണമാണ്. ജലം ഐസാകുന്നതിനെ നമ്മൾ പറയുന്നത് ഘനീഭവിക്കലാണ്. അതുപോലെ തന്നെ ഐസ് ജലമാകുന്നതിനെ നമ്മൾ പറയുന്നത് ദ്രവീകരണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ജലസംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നത് ഏത്? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ജലസംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നത് ഏത്? കയ്യാല കെട്ടി സംരക്ഷിക്കുക, മഴക്കുഴി, തടമെടുക്കൽ, ഇവയെല്ലാം. എന്താണ് ആൻസർ വരുന്നത്? ഇവയെല്ലാം ജലസംരക്ഷണ മാർഗങ്ങളിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ കൺസെപ്റ്റും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാക്സിമം തരത്തിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ ഫുൾ ചാപ്റ്റർ കവർ ചെയ്യാൻ തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഈ SCERT ഒക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, പ്രത്യേകിച്ച് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് പലർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ശ്രമത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനകത്ത് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇത് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മറ്റന്നാൾ ചെയ്യുന്നതായിരിക്കും സയൻസിൻ്റെ. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഞാൻ നോട്ട്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് വിത്തിനുള്ളിലെ ജീവനും അതുപോലെ തന്നെ മാനത്തെ നിഴൽ കാഴ്ചകൾ. രണ്ടും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പം PDF എല്ലാവരും പഠിച്ചു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ. തന്നിരിക്കുന്നതിൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏവ? ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. സൂര്യപ്രകാശം, മണ്ണ്, വായു, ജലം. ആൻസർ എന്താ വരുന്നത്? വായുവും ജലവുമാണ് കേട്ടോ. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏവാന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വായു, ജലം, അതുപോലെ തന്നെ അനുകൂല താപനിലയാണ് കേട്ടോ. വിത്ത് മുളച്ചതിന് ശേഷം അത് വളരുന്നതിന് വേണ്ടിയിട്ടാണ് സൂര്യപ്രകാശവും മണ്ണും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 2 പോയിന്റ്സും കൂടെ ഒന്ന് ഓർക്കുക. അതായത് ബീജാങ്കുരണത്തിന് തുടക്കം കുറിക്കുന്നത് ജലമാണ്. ഓക്കെ, ബീജാങ്കുര ഘട്ടത്തിൽ ഖരരൂപത്തിലുള്ള ആഹാരം ദ്രവരൂപത്തിലാക്കുന്നതിന് ജലം അത്യാവശ്യമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം. ഞാനത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഇതിവിടെ ആഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏത്? ഏതാ ആൻസർ? ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ബീജശീർഷം, ബീജപത്രം, വേര്, ബീജമൂലം. ആൻസർ ബീജമൂലമാണ് കേട്ടോ. അപ്പോൾ വിത്ത് മുളച്ചിട്ട് ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബീജമൂലമാണ്. ഈ ബീജമൂലമാണ് പിന്നീട് സസ്യത്തിൻ്റെ വേരായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം ബീജമൂലം, അതിനുശേഷമാണ് അത് വേരായിട്ട് മാറുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ബീജമൂലത്തിന് ഇംഗ്ലീഷ് റാഡിക്കിൾ എന്നാണ്. അപ്പോൾ SCERT-യിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗറും കൂടെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. ഇത് പിന്നീട് എന്തായിട്ടാണ് മാറുന്നത്? കാണ്ഡമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ നോക്കിക്കോളൂ. ഇത് സീഡാണ്, നമ്മുടെ വിത്താണ്. അതിനുശേഷം ബീജമൂലം വന്നു കേട്ടോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ റാഡിക്കിളും വേരും സെയിം അല്ല. ഈ റാഡിക്കിൾ വന്നതിന് ശേഷം അത് താഴത്തേക്ക് വളരുമ്പോഴാണ് അത് വേരായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെയുള്ള ബീജപത്രമാണ്. ബീജപത്രം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചെടി ഇതാണെങ്കിൽ ഇതിങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ ഈ എന്താ പറയുക പയറ് പോലെ ഇങ്ങനെ നിൽക്കുന്ന 2 സാധനങ്ങളാണ്. അപ്പോൾ ഈ ഇല വരുന്നേക്കാളും മുമ്പ് ഈ പ്ലാന്റിന് ഫുഡ് കിട്ടുന്നത് ഈ 2 പോർഷനിൽ നിന്നാണ്. അപ്പോൾ ഇലയൊക്കെ വന്നതിന് ശേഷം എന്ത് പറ്റും? ലാസ്റ്റ് ഇതങ്ങ് കൊഴിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ബീജശീർഷം കണ്ടോ, ഇതാണ് അതിൻ്റെ മുകളിലേക്ക് വളർന്ന ഭാഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ അത് പിന്നീട് കാണ്ഡമായിട്ടൊക്കെ മാറുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. എന്താണ് ബീജാങ്കുരണം? സസ്യങ്ങളിൽ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബീജാങ്കുരണം. ശരിയാണോ? അല്ല. അതിന് നമ്മൾ എന്താ പറയുക? കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായിട്ട് വളർന്ന പ്രവർത്തനം ശരിയാണ് അല്ലേ. പിന്നെ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന പ്രവർത്തനം ഇതാണോ ബീജാങ്കുരണം? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് വേര് വഴിയാണ്. ശരിയാണ് അല്ലേ. ചന്ദനത്തിൽ പുതിയ തൈച്ചെടി ഉണ്ടാവുന്നത് വേര് വഴിയാണ്. ചന്ദനത്തിൽ പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന ഇല വഴിയാണ്. തെറ്റാണ്. വേരാ നമ്മളിവിടെ പറഞ്ഞല്ലോ. അപ്പൂപ്പൻ താടിയിൽ വിത്ത് വിതരണം കാറ്റ് വഴിയാണ് നടക്കുന്നത്. ശരിയാണ്. കാരണം അപ്പൂപ്പൻ താടിക്ക് അധികം വെയിറ്റ് ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ബീജശീർഷം വളർന്ന സസ്യത്തിന്റെ വേരായിട്ട് മാറുന്നു. ആണോ? ബീജശീർഷം വളർന്ന സസ്യത്തിന്റെ വേരാണോ ആയിട്ട് മാറുന്നത്? അല്ല. എന്തായിട്ടാണ് മാറുന്നത്? കാണ്ഡമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പം എന്താ നമ്മുടെ ചോദ്യം? തന്നിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 2 ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്. ഇതാണ് നമ്മുടെ ആൻസർ അല്ലേ. യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. തന്നിട്ടുള്ളതിൽ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉദാഹരണം ഏത്? ചെമ്പരത്തി, പയർ, വെണ്ട, മുളക്. ഏത് ആൻസർ വരുന്നത്? ചെമ്പരത്തിയാണ്. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഈ വിത്ത് ഒഴികെ ചെടിയുടെ മറ്റേത് ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ മുളക്, പയർ, വെണ്ട എന്നിവയിൽ നിന്നും വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതല്ലല്ലോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ചെമ്പരത്തിയിൽ നിന്നാണ്, അതായത് വിത്ത് ഒഴിച്ച് ബാക്കി ഏത് ഭാഗങ്ങളിൽ നിന്നും വരുമ്പോഴാണ് നമ്മളതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏത്? കാറ്റ് വഴിയാണ് കേട്ടോ. അപ്പൂപ്പൻ താടി, മഹാഗണി, അസ്ത്രപ്പുല്ല്, കാശിത്തുമ്പ. അപ്പോൾ ഏതൊക്കെയാണ് ശരി? കറക്റ്റ് ആൻസർ അപ്പൂപ്പൻ താടിയും മഹാഗണിയാണ് അല്ലേ. അപ്പോൾ 1 and 2 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ SCERT-യിൽ കൊടുത്തുള്ള ഒരു ടേബിളും കൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നോക്കാം. അപ്പോൾ വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ സസ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൂപ്പൻ താടിയും മഹാഗണിയും ഏത് വഴിയാണ്? കാറ്റ് വഴിയാണ്.
അപ്പൂപ്പൻ താടി എന്നൊക്കെ പറയുമ്പോൾ വെയിറ്റ് ഒക്കെ കുറവല്ലേ, അപ്പോൾ അങ്ങനെ കാറ്റ് വഴിയൊക്കെ വിത്ത് വിതരണം നടത്തി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിന്നെ തെങ്ങാണ്. തെങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും പുഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ട് ആ ജലം വഴി അതങ്ങ് ഒഴുകിപ്പോയി എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ചകിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തരത്തിൽ അത് കൺസ്ട്രക്ട് ചെയ്തെന്നൊക്കെ ആലോചിക്കുക കേട്ടോ. പിന്നെ ഇത് ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്, ഇതെല്ലാം ജന്തുക്കൾ വഴിയാണ്. ഓക്കെ, പേരയ്ക്കൊക്കെ കിളികളൊക്കെ കഴിച്ച് അത് അവസാനം എക്സ്ക്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് വിത്ത് വിതരണമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ലെല്ലാം ജന്തുക്കൾ വഴിയാണ്. അതേപോലെ തന്നെ വെണ്ടയും കാശിത്തുമ്പയും പൊട്ടിത്തെറിച്ചാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഈ ചില ആൾക്കാരൊക്കെ അങ്ങനെ പൊട്ടിത്തെറിക്കില്ല, ഭയങ്കരമായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ വേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ആലോചിക്കുക വെണ്ട. പിന്നെ പൊട്ടിത്തെറിക്കുന്നത് ചിലപ്പോൾ കാശിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്ന് ആലോചിക്കുക കാശിത്തുമ്പ. ഇത് രണ്ടൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. പദബന്ധം മനസ്സിലാക്കി എഴുതുക. പപ്പായ അമേരിക്ക, തേയില ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താ? ചൈനയാണ് കേട്ടോ. തേയില ചൈന. അപ്പം തന്നെ SCERT കൊടുത്തിട്ടുള്ള ഒരു ടേബിളും കൂടെ നമുക്ക് പഠിക്കാം. കാർഷിക വിളകളും ജന്മദേശവും. അപ്പം കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി. ഇതെല്ലാം വായിച്ചപ്പോൾ പച്ചക്കറി കടയിൽ കയറിയ പോലെ തോന്നിയോ? ഇതിൻ്റെയൊക്കെ ജന്മദേശം അമേരിക്കയാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ ചോദിക്കുകയാണെങ്കിൽ പെറു ആണ് കേട്ടോ. ജന്മദേശം ചോദിക്കുകയാണെങ്കിൽ പെറു ആണ്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മുടെ ഓപ്ഷനായിട്ട് അമേരിക്കയാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ അമേരിക്കയിലേക്ക് തന്നെ കയറും. അമേരിക്ക ഇല്ല, പെറു ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ പെറു ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പെറു ആണ്. അതേപോലെ തന്നെ തേയിലയുടെ ആണെങ്കിൽ ചൈനയാണ്. ക്യാബേജ് യൂറോപ്പ്. അതുപോലെ തന്നെ റബ്ബർ, കശുമാവ് ബ്രസീലാണ്. അപ്പോൾ റബ്ബറും കശുമാവ് മാത്രമല്ല, മരച്ചീനിയും ബ്രസീൽ തന്നെയാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് എഴുതിയേക്കാം. മരച്ചീനി ബ്രസീലാണ്. അപ്പോൾ ചെറിയൊരു കണക്ഷൻ ഞാൻ കൊടുക്കാം. ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്ക് സീൽ ആലോചിക്കാമല്ലോ. നമ്മൾ ഈ സീലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മരം വെച്ചിട്ടുള്ള സീൽ എന്നൊക്കെ ആലോചിച്ചൂടെ? മരത്തിൻ്റെ സീൽ എന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ റബ്ബർ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ റബ്ബറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്കൊക്കെ വെച്ചിട്ട് സീലായിട്ടൊക്കെ ഉപയോഗിക്കാറില്ലേ? അങ്ങനെ ആലോചിക്കുക. അപ്പോൾ റബ്ബറുണ്ട്, മരച്ചീനി ഉണ്ട്. പിന്നെ കശുമാവിൻ്റെ ആണെങ്കിലും ഒരു ചെറിയൊരു ഈ കറ പോലത്തെ ഒരു സാധനം വയ്ക്കില്ല, അത് നമുക്ക് സീലായിട്ടൊക്കെ യൂസ് ചെയ്യാമെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ മരച്ചീനി, റബ്ബർ, കശുമാവ് ബ്രസീൽ. അതുപോലെ തന്നെ തേയില ചൈന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ചായ ആയിരിക്കും അല്ലേ, തേയില എന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യുക. ക്യാബേജിൻ്റെ യൂറോപ്പാണ്. ക്യാബേജ് എന്ന് പറയുമ്പോൾ ഗാർബേജ് എന്ന് ആലോചിക്കാമല്ലോ അല്ല, ഗാർബേജ്, വേസ്റ്റ്, ഇതൊക്കെ നമ്മളൊരു റോപ്പൊക്കെ വെച്ചിട്ട് കെട്ടി വെക്കും എന്നൊക്കെ ആലോചിക്കട്ടോ. അപ്പോൾ ക്യാബേജ് യൂറോപ്പാണ്. പിന്നെയുള്ള ഉരുളക്കിഴങ്ങ് പെറു ആണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പെറു ആണ് കേട്ടോ. ഒരു ചെറിയ കണക്ഷൻ കൊടുക്കാം. ഈ കുട്ടികളൊക്കെ ഉണ്ടാകാത്ത ആൾക്കാരൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ഉരുളാറുണ്ട് അല്ലേ, അപ്പോൾ കുട്ടി ഉണ്ടാവും പെറു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിത്തിനുള്ളിൽ ജലം പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? ബീജശീർഷമാണോ, മൈക്രോപൈലാണോ, ബീജമൂലമാണോ, ബീജപത്രമാണോ? ബീജശീർഷം, ബീജമൂലം, ബീജപത്രം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആൻസർ മൈക്രോപൈൽ ആണ്. മൈക്രോപൈൽ നോക്കാം. അതായത് വിത്തിൻ്റെ നാഭിക്ക് സമീപം കാണുന്ന സൂക്ഷ്മ ചെറിയ ഹോൾസ് ഉണ്ടാവില്ലേ, സുഷിരമാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റെന്ന് കണ്ടെത്തുക. ഓക്കെ, SCERT കൊടുത്തിട്ടുള്ള അതേപോലത്തെ ഒരു ടേബിളാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിത്തില്ലാതെ സസ്യങ്ങളിലും വംശവർദ്ധനവ് നടക്കുന്നു. ശരിയല്ലേ? കറക്റ്റാണ്. നമ്മളിതെല്ലാം പഠിച്ചതാണ്. മണ്ണിലെത്തുന്ന വിത്ത് മാത്രമേ മുളയ്ക്കൂ. അങ്ങനെയാണോ? അല്ല അല്ലേ. അടുത്ത്, മനുഷ്യനും വിത്ത് വിതരണം നടത്തുന്നു. കറക്റ്റാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന വേരാണോ? അല്ല, തെറ്റാണ് കേട്ടോ. ആദ്യം പുറത്തു വരുന്ന എന്താ? റാഡിക്കിളാണ്. നമ്മൾ പറഞ്ഞിരുന്നു ബീജമൂലം. ഈ ബീജമൂലമാണ് പിന്നീട് വേരായിട്ട് മാറുന്നത്. കാറ്റ് വഴി വിതരണം ചെയ്യപ്പെട്ട വിത്തുകൾക്ക് മാംസളഭാഗം ഉണ്ടായിരിക്കും. ഉണ്ടാവോ? ഇല്ല. കാരണം മാംസളഭാഗം ഉണ്ടെങ്കിൽ അത്യാവശ്യം അതിന് വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാറ്റ് വഴി വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ജസ്റ്റ് കുറച്ച് ലോജിക്കൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമില്ല. ശരിയാണ്. വിത്ത് മുളയ്ക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ജലം, വായു, അതുപോലെ തന്നെ അനുകൂല താപനിലയ്ക്കാണ്. വിത്ത് മുളച്ചതിന് ശേഷമാണ് നമുക്ക് സൂര്യപ്രകാശവും മണ്ണൊക്കെ വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നിഴൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏത്? ഏതാ നിഴലുണ്ടാക്കുന്ന വസ്തുക്കൾ? കല്ലും റബ്ബറുമാണ് അല്ലേ. കാരണം നമുക്കറിയാം കല്ലും റബ്ബർ എന്ന് പറയുമ്പോൾ അത് ഒപ്പേക്കായിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അതായത് അതാര്യ വസ്തുക്കളാണ്. ലൈറ്റ് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഷാഡോ ഉണ്ടാവും, അതായത് നിഴലുണ്ടാവും. ഇനി ഗ്ലാസും ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. അത് ലൈറ്റിനെ കടത്തി വിടുന്നതുകൊണ്ട് തന്നെ അത് സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അർത്ഥധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ഏതാണ്? അർത്ഥധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് ആണ് കേട്ടോ. ട്രാൻസ്ലൂസൻറ്റ്, അതായത് കുറച്ച് ലൈറ്റ് കടത്തി വിടുന്നത്. എക്സാമ്പിൾ ഓയിൽ പേപ്പർ. ഓയിൽ പേപ്പർ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ട്രാൻസ്ലൂസൻ്റ് ആണെന്നുള്ള ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൂര്യഗ്രഹണം സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏവ? ഓക്കെ, നമുക്ക് നോക്കാം. സൂര്യനും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ശരിയാണ്. പിന്നെ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രാത്രി സമയത്താണ്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് രാത്രി സമയത്താണോ? അല്ല, പകൽ സമയത്താണ്. അപ്പോൾ തെറ്റാണ്.
ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അല്ലല്ലോ, നേരെ തിരിച്ചല്ലേ. അതായത് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആലോചിക്കുക, സൂര്യഗ്രഹണം പേര് പറയുന്ന പോലെ തന്നെ എന്തിന്റെ പേരാണോ പറഞ്ഞിട്ടുള്ളത് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ഇപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ഇനി സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ EMS എന്നുള്ള കോഡ് ഓർക്കുക, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പോൾ EMS ഒരു സൂര്യനെ പോലെ ഉദിച്ചുയർന്നു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെന്താ കോഡ് ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ മൂണായിരിക്കും നടുക്ക് വരുന്നത് കേട്ടോ. എർത്ത് മൂണ് സൺ എന്നുള്ള രീതിയിലാണ് മൂണായിരിക്കും നടുക്ക് വരുന്നത്. ഇനി നമുക്ക് SCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ നോക്കാം. അതായത് സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ EMS ആണ്, അപ്പോൾ മൂണായിരിക്കും നടുക്ക് വരാമെന്ന് ആലോചിക്കുക. അപ്പോൾ സൂര്യനാണിത്. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് വന്നിട്ട് ചന്ദ്രനിൽ വന്ന് വീഴുകയാണ്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ, അതാര്യ വസ്തുവാണ്, ലൈറ്റ് കടത്തി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഒരു ഷാഡോ, ഒരു നിഴൽ ഭൂമിയിൽ ഉണ്ടാവും. അപ്പോൾ ആ നിഴൽ ഉണ്ടാവുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരാൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് സൂര്യഗ്രഹണം. സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് SCERT കൊടുത്തിട്ടുള്ള ഒരു ഫിഗറാണ്. സൂര്യഗ്രഹങ്ങളിൽ പലവിധം. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് 3 എണ്ണം പഠിക്കാനുള്ളത്. ഒന്ന് പൂർണ്ണ സൂര്യഗ്രഹണം, ഒന്ന് വലയ സൂര്യഗ്രഹണം, ഒന്ന് ഭാഗിക സൂര്യഗ്രഹണം. അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂര്യനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മുടെ ഭൂമിയാണെന്ന് വിചാരിക്കുക, എർത്താണ്. ഇത് മൂണാണ്, പിന്നെ ഇത് സൂര്യനാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എർത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഇവിടെ ഒരാൾ നിൽക്കാമെന്ന് വിചാരിക്കുക, ഇയാൾക്ക് സൂര്യനെ പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ സൂര്യനാണ്, ഞാൻ വെറുതെ റഫായിട്ടൊന്ന് വരച്ചേക്കാണ്. അപ്പോൾ സൂര്യനെ നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കാരണം മൂണിൻ്റെ, സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ വന്ന് വീണ് കഴിയുമ്പോഴേക്കും മൂണിൻ്റെ ഷാഡോ എർത്തിൽ ഫോം ചെയ്യും. ഇപ്പോൾ ഇവിടെയാണ് ഷാഡോ ഫോം ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഷാഡോ ഉള്ള സ്ഥലത്ത് നിന്നുള്ള ഒരാൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യനെ പൂർണ്ണമായിട്ടും കാണുന്നില്ല. അതിനെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇനി വലയ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്ക് പേര് പറയുന്ന പോലെ തന്നെ ഒരു വലയമായിട്ട് മാത്രമേ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുള്ളൂ. അതായത് സൂര്യൻ്റെ പുറത്തെ പോർഷൻ, ആ കൊറോണ ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് വലയ സൂര്യഗ്രഹണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഇത് മൂണാണെന്ന് വിചാരിക്കുക, ഇത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ ഈ ഔട്ടർ പോർഷൻ, ഈ പുറത്തെ വലയം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ഇത് കാണുന്നില്ല എന്നുള്ളത് ഓർക്കുക. ഇതിനെയാണ് നമ്മൾ വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കാം, അടുത്ത ഫിഗർ നോക്കി, ഇത് ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിനകത്ത് ഭൂമിയാണ് നടുക്ക് വരുന്നത്. നമുക്ക് MES എന്ന് ആലോചിക്കാം കേട്ടോ, ഭൂമിയാണ് നടുക്ക് വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ ലൈറ്റ് വന്നിട്ട് ഭൂമിയിൽ അടിച്ചു കഴിയുമ്പോഴേക്കും ഭൂമിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പേക്കായിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, അതാര്യ വസ്തുവാണ്. അപ്പോൾ അതിൻ്റെ നേരിൽ ചന്ദ്രനിൽ വന്ന് വീഴും. അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എർത്തായിരിക്കും നടുക്ക് വരുന്നത്. അപ്പോൾ ചന്ദ്രൻ വിവിധ സ്ഥാനങ്ങളിൽ, ഓരോ സ്ഥലത്ത് ചന്ദ്രൻ വരുന്ന അനുസരിച്ചിട്ട് നമുക്ക് ചന്ദ്രൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യഗ്രഹണം പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ്റെ പല പല ഭാഗങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. ഫുള്ളായിട്ട് ചിലപ്പോൾ ചന്ദ്രനെ കാണുന്നില്ല, അതിനുശേഷം ഓരോരോ ഭാഗങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അത് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അതനുസരിച്ച് നമുക്ക് ക്ലാസ്സിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 2 ചാപ്റ്റേഴ്സായിട്ട് ഇതുപോലെ തന്നെ പോവാം. കാരണം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് 2 ചാപ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസ് വേഗം തീർക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ. എല്ലാവർക്കും നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് ഊർജ്ജത്തിൻ്റെ ഉറവകൾ, അതുപോലെ തന്നെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നോക്കാം. പേര് പറയുന്ന പോലെ തന്നെ ഇത്തിരി ശക്തി എടുത്താൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ. ചേരുംപടി ചേർക്കുക. ഫസ്റ്റ് വൺ, 1ാം വർഗ്ഗ ഒത്തോലകം. 2, അപ്പോൾ ഇതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതൊന്ന് മാച്ച് ചെയ്തിട്ട് പറയാം കേട്ടോ. 1ാം വർഗ്ഗ ഒത്തോലകത്തിന് എക്സാമ്പിൾ ഏതാണ്, 2ാം വർഗ്ഗ ഒത്തോലകത്തിന് എക്സാമ്പിൾ ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. ആൻസർ C ആണ്. അതായത് 1ാം വർഗ്ഗ ഒത്തോലകം സീസോയാണ് കേട്ടോ എക്സാമ്പിൾ വരുന്നത്. 2ാം വർഗ്ഗ ഒത്തോലകത്തിന് എക്സാമ്പിൾ വരുന്നത് വീൽ ചെയർ ആണ്. 3ാം വർഗ്ഗ ഒത്തോലകത്തിന് എക്സാമ്പിൾ വരുന്നത് ചവണ. ഓക്കെ, അപ്പോൾ എനിക്കറിയാം പലർക്കും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. കാരണം ഇനിയുള്ള എക്സാമിന് ചിലപ്പോൾ നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു ഉദാഹരണമാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഈ കോഡ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ സിമ്പിൾ മെഷീൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് SCERT കൊടുത്തുള്ള അതേപോലത്തുള്ള ഒരു ഫിഗറാണ് കേട്ടോ. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഒരാൾ
ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു വലിയൊരു കല്ലിനെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുക അല്ലേ. ഒരു ദണ്ടും ഉണ്ട്, അതിന് താഴെ ഒരു ചെറിയൊരു കല്ലും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാൾ ഇവിടെ ഒരു എഫേർട്ട് കൊടുക്കണം അല്ലേ. ഇയാൾ ഒരു എഫേർട്ട് കൊടുത്താലായിരിക്കും ഈ ഒരു കല്ല് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ എഫേർട്ട് അല്ലെങ്കിൽ പ്രയത്നം എന്ന് നമുക്ക് പറയാമല്ലോ. പ്രയത്നം എന്ന് ഞാനിവിടെ എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ ഈ കല്ല് എന്ത് ചെയ്യും, ഇയാൾ കൊടുക്കുന്ന എഫേർട്ടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അല്ലേ. പ്രതിരോധിക്കാൻ ശ്രമിക്കും, പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, കാരണം എന്താ, ഈ കല്ലിന് ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് എപ്പോഴും താഴത്തേക്കായിരിക്കും. അപ്പോൾ ഇയാളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആര് ശ്രമിക്കും, ഈ കല്ല് ശ്രമിക്കും, ഈ വലിയ കല്ല് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കല്ലുണ്ട്. ഈ ചെറിയ കല്ലിനെ ഈ ആധാരമാക്കിയിട്ടായിരിക്കും ഈ ഒരു ദണ്ട് ചലിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത്, ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ദണ്ട് ചലിക്കുന്നത്. അപ്പോൾ ആധാരം എന്ന് ഞാൻ എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടേംസുകൾ. ഏതൊക്കെയാണ്? എഫേർട്ടിൻ്റെ മലയാളം അറിഞ്ഞിരിക്കണം. എന്താ? യത്നം. മനസ്സിലായോ? പ്രയത്നം എന്ന് പഠിച്ചു വെച്ചാൽ മതി, അപ്പോൾ യത്നം കിട്ടും. അതേപോലെ തന്നെ പ്രതിരോധിക്കും അല്ലെ, ഈ ഒരു കല്ല് ഇതിനെ പ്രതിരോധിക്കും. അപ്പോൾ പ്രതിരോധത്തിനകത്ത് നമുക്ക് രോധം എന്നുള്ളത് കിട്ടും കേട്ടോ. രോധം, അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ രോധം നമ്മൾ പഠിച്ചു, യത്നം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആധാരം, ആധാരത്തിനകത്തൊരു ധാരമുണ്ടല്ലോ, അതാണ് നമ്മുടെ ഫൾക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടേംസുകൾ പഠിച്ചല്ലോ. എഫേർട്ട് എന്ന് പറഞ്ഞാൽ യത്നം, ഫൾക്രം എന്ന് പറഞ്ഞാൽ ധാരം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രോധം. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വെറുതെ ഒരു ചെറിയൊരു കോഡാണ്. FRE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഓർത്ത് വയ്ക്കുക. അതായത് നടുക്ക് ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നടുക്ക് F വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. നടുക്ക് R വരികയാണെങ്കിൽ, റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ. നടുക്ക് E വരികയാണെങ്കിൽ തേർഡ് ഓർഡർ. അപ്പോൾ എന്താ ഞാനിവിടെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇവിടെ ആരാ ഇരിക്കുന്നത്? ഫസ്റ്റ് ആരാ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത് വലിയൊരു ഭാരം, അതായത് റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടെ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഇതെന്ത് സാധനമാണ്? ഇത് ഫൾക്രമാണ്. അപ്പോൾ ഇവിടെ F ഇരിക്കുന്നു, ഇവിടെ R ഇരിക്കുന്നു, പിന്നെ ഇവിടെയാണ് ഇയാൾ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ E എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ആരാ നടുക്ക്? ഇത് റെസിസ്റ്റൻസ്, ഇത് ഫൾക്രം, ഇത് എഫേർട്ട്. ആരാ നടുക്ക് വരുന്നത്? ഫൾക്രമാണ് നടുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നടുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൾക്രമാണ് നടുക്ക് വരുന്നതെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം, നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസിലേക്ക് കയറാം. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ, ഇതൊരു ബോട്ടിൽ ഓപ്പണർ ആണ്. ഇവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ. ഈ സാധനം തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് വെച്ചേക്കുന്നത് അല്ലേ. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ അടപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക? റെസിസ്റ്റൻസ് എന്നാണ് പറയുക അല്ലേ. ഒരു ഭാരം, അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, അതാണ് റെസിസ്റ്റൻസ്. പിന്നെ ഇതാണ് നമ്മുടെ അനങ്ങാത്തൊരു പോർഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് F ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ആരാ നടുക്ക് വന്നിട്ടുള്ളത്? R ആണ് നടുക്ക് വന്നിട്ടുള്ളത്. R നടുക്ക് വരാണെങ്കിൽ നമ്മുടെ ഏത് ഓർഡർ ആയിരിക്കും? കണ്ടോ, നടുക്ക് വരുന്ന ആളെയാണ് നമ്മളിവിടെ എഴുതുന്നത്. 6 നടുക്ക് വരാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ. അപ്പോൾ ഇത് ഏതാണ്? ഇത് സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തൊരു പുള്ളിയാണ് കൊടുത്തിട്ടുള്ളത്, ഒരു കപ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇത് വലിക്കുമ്പോൾ ഇവിടെയാണ് എഫേർട്ട് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ F വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ലോഡ് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ. നമ്മുടെ റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ട്, അപ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെ നടുക്ക് വരുന്നത്? F ആണ് നടുക്ക് വരുന്നത്. F നടുക്ക് വരികയാണെങ്കിൽ അത് ഏത് ഓർഡർ ആണ്? ഫസ്റ്റ് ഓർഡർ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നടുക്ക് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി, ആരാണ് നടുക്ക് വരുന്നതെന്ന് മാത്രം നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം. നെക്സ്റ്റ് അടുത്തതൊരു നാരങ്ങഞ്ഞക്കിയാണ്, ലെമൺ സ്ക്വീസർ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്, നമ്മുടെ നാരങ്ങ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ അതെന്താ? അതാണ് റെസിസ്റ്റൻസ് അല്ലേ, നമ്മുടെ ഭാരം, അതാണ് റെസിസ്റ്റൻസ്. പിന്നെ ഇതാണ് നമ്മുടെ F എന്ന് പറയുന്നത് അനങ്ങാത്ത പോർഷൻ. ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നടുക്കുള്ളത് ആരാ? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് നടുക്കാണെങ്കിൽ അത് ഏത് ഓർഡറാ? സെക്കൻഡ് ഓർഡർ. നടുക്കുള്ള ആളെ മാത്രം നമ്മൾ നോക്കി നമുക്ക് മനസ്സിലായി സെക്കൻഡ് ഓർഡർ ആണെന്ന്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് സെക്കൻഡ് ഓർഡർ. അടുത്ത നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലോഡ് ഇവിടെ ആയിരിക്കും നമ്മൾ ലോഡ് വെക്കുന്നത് അല്ലേ. അതായത് റെസിസ്റ്റൻസ് ഇവിടെ ആയിരിക്കും വെക്കുന്നത്, റെസിസ്റ്റൻസ്. പിന്നെ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്, ഇവിടെ ആയിരിക്കും നമ്മൾ ഉന്തിക്കൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ F എന്ന് പറയുന്നത്. അപ്പോൾ നടുക്കാരാണ്? റെസിസ്റ്റൻസ്, വീണ്ടും അത് സെക്കൻഡ് ഓർഡർ. എളുപ്പമല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതൊരു പാക്കുവെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു അടയ്ക്ക വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. നമ്മൾ എന്താണോ വെക്കുന്നത് ആ സാധനം, അതാണ് റെസിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. ഇതാണ് ആ ഒരു ബിന്ദു പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ F. വീണ്ടും 6 നടുക്ക് വന്നു. 6 നടുക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡ് ഓർഡർ. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ സിസേഴ്സ്, കത്രിക കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എഫേർട്ട്, ഇതാണ് ആ ഒരു ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് F ആണ്. ഇവിടെയാണ് നമ്മുടെ പേപ്പറോ എന്താ സാധനം എന്ന് വെച്ചാൽ വെക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. നടുക്കാരെ വന്നിട്ടുള്ള F നടുക്ക് വരികയാണെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും അല്ലേ.
ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു ചവണയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്, നമ്മൾ എന്ത് സാധനത്തിനെയാണോ എടുക്കേണ്ടത് അതിനെ നമ്മൾ ഇവിടെ വെക്കും അല്ലേ, ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ R എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ വേണം ഞെക്കാൻ അല്ലേ, ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാ നടുക്ക് വന്നിട്ടുള്ളത്, എഫേർട്ടാണ് നടുക്ക് വന്നിട്ടുള്ളത്. എഫേർട്ട് നടുക്ക് വരികയാണെങ്കിൽ ഏതായിരിക്കും വരുന്നത്, തേർഡ് ഓർഡർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഓരോ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തലോകത്തിന് എക്സാമ്പിൾ സീസോ. സീസോയിൽ എന്താ പറ്റുന്നത്, സീസോനകത്ത് ഇങ്ങനെയല്ലേ, ഇവിടെ ഒരാളിരിക്കും, ഇവിടെ ഒരാളിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് വരുന്നത്. അപ്പോൾ ഇതാണ് നടുക്ക് വരുന്നത്. അപ്പോൾ എഫ് നടുക്ക് വരികയാണെങ്കിൽ അതേതായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. രണ്ടാം വർഗ്ഗ ഉത്തലോകം ഏതാ, വീൽ ചെയർ ആണ്. വീൽ ചെയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഞാൻ വെറുതെ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എഫേർട്ട് കൊടുക്കുന്നത്, ഇവിടെയാണ് ഞാൻ ഉന്തുന്നത്, ഇതിനെ ഉന്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ആരെ നടുക്ക് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നടുക്ക് വരികയാണെങ്കിൽ FRE നടുക്ക് റെസിസ്റ്റൻസ്. അപ്പോൾ അത് സെക്കൻഡ് ഓർഡർ ആണ്. മനസ്സിലായോ? അപ്പോൾ രണ്ടാം വർഗ്ഗ ഉത്തോലകം വീൽ ചെയർ, മൂന്നാം വർഗ്ഗ ഉത്തോലകം ചവണ. ചവണ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, SCRT കൊടുത്തുള്ള രണ്ട് ഫിഗേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും ധാരം, യജ്ഞം, രോധം എന്നിവയുടെ സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് അല്ലേ, ഇയാളുടെ എഫേർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് ഓർഡറാണ്, ഫസ്റ്റ് ഓർഡർ ആണ്. കാരണം എഫ് ആണ് നടുക്ക് വന്നിട്ടുള്ളത്. FRE എന്ന് പറഞ്ഞിട്ട് കൂടി എഫ് നടുക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഓർഡർ എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞ ചെറിയ കല്ല് കാണാനുണ്ടോ, ഇല്ല, കല്ലെടുത്ത് മാറ്റിയേക്കാണ്. അപ്പോൾ ഇവിടെ ഇയാൾ ചെയ്യുന്നത് ഈ ഒരു സാധനം, ഈ ഒരു ദണ്ട് മുകളിലോട്ട് നീക്കുകയാണ്, ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്, മുകളിലേക്ക് പൊക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് പൊക്കുമ്പോൾ നമുക്ക് ഈ കല്ലെടുത്ത് മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എഫേർട്ട് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഇത് തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ്, അതായത് ഭാരം എന്ന് പറയുന്നത്. ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ, ഇവിടെ ചെറിയ കല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബിന്ദുവിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു ദണ്ട് നീങ്ങുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഏത് ഓർഡറാ, ഫസ്റ്റ് ഓർഡർ ആണോ, അല്ല. FRE എന്ന് പറയുമ്പോൾ ഇവിടെ 6 ആണ് നടുക്ക് വന്നിട്ടുള്ളത്. 6 നടുക്ക് വരികയാണെങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഓർഡേഴ്സ് ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്, നമുക്ക് നോക്കാം. ലഘുയന്ത്രങ്ങൾ നാം ഉപയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു. ലഘുയന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു, ശരിയാണ് അല്ലെ. നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി, എളുപ്പത്തിൽ കാര്യം നടക്കും. വലിയ ഭാരത്തെ ചെറിയ ബലം ഉപയോഗിച്ചിട്ട് ഉയർത്താൻ സാധിക്കും, അതും ശരിയാണ്. പിന്നെ ലഘുയന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കൂട്ടുന്നു, ആണോ? നമുക്ക് കുറച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ബലം കൊടുത്താൽ മതി, അപ്പോൾ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് തെറ്റാണ്. ഉത്തോലകത്തിന് 4 ഭാഗങ്ങളുണ്ട്, അതും തെറ്റാ. 3 ഭാഗങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ചു FRE അല്ലേ, ഫൾക്രം ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ മലയാളം പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കാം. തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് ഓഡ് മാൻ ഔട്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം. പാക്കുവെട്ടി. പാക്കുവെട്ടിയിൽ എന്തായിരുന്നു സംഭവിച്ചത്, ഈ ഒരു സാധനമാണ് നടുക്കുള്ളത്, അതായത് റെസിസ്റ്റൻസ് ആണ് നടുക്ക് വരുന്നത് അല്ലേ. ഇവിടെയാണ് എഫ്, ഇവിടെയാണ് എഫേർട്ട്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേതാ, റെസിസ്റ്റൻസ് നടുക്ക് വരികയാണെങ്കിൽ FRE അല്ലേ, ഇതാണ് നടുക്ക് വരുന്ന സെക്കൻഡ്. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതാണെങ്കിലോ അതേപോലെ തന്നെ, ഇവിടെയാണ് നമ്മൾ നാരങ്ങ വയ്ക്കാൻ പോകുന്നത്, ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാത്രം നോക്കുക. അപ്പോൾ ഇതെന്താ, ഇവിടെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കൊടുക്കുന്നത്, ഇതാണ് എഫ്, ഇതാണ് എഫേർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും റെസിസ്റ്റൻസ് നടുക്ക് നമുക്ക് സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായി. ഇത് രണ്ടും സെക്കൻഡ് ഓർഡർ ആണ് കേട്ടോ. ഇനി ബോട്ടിൽ ഓപ്പണർ എങ്ങനെയാണ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എവിടെ നമ്മൾ വയ്ക്കുന്നത്, ഇവിടെയാണ് നമ്മൾ ആ ഇതിൻ്റെ ഇത് വയ്ക്കുന്നത്, അടപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് എഫ്, ഇവിടെയാണ് റെസിസ്റ്റൻസ്, ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും സെക്കൻഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായി. 6 നടുക്കായതുകൊണ്ട് അത് സെക്കൻഡ് ഓർഡർ ആണ്. കപ്പിയുടെ കാര്യം എങ്ങനെയാണ്, കപ്പിയിൽ ഇതാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് റെസിസ്റ്റൻസ്, ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ആണ് നടുക്ക് വന്നിട്ടുള്ളത്. എഫ് നടുക്ക് വരികയാണെങ്കിൽ അതേതായിരിക്കും ഫസ്റ്റ് ഓർഡറാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഓഡ് മാൻ ഔട്ട്. എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നെക്കാളും മുമ്പ് ചിലപ്പോൾ എല്ലാവരും ചെയ്തു തീർത്തിട്ടുണ്ടാവും. അടുത്ത് നോക്കാം. ഉത്തോലക നിയമം ആവിഷ്കരിച്ചാര്, ആരാ, ആർക്കിമിഡിസ് ആണ് കേട്ടോ. ഉത്തോലക നിയമം ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കിമിഡിസ്. ലഘുയന്ത്രങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവന ഏത്, നമുക്ക് നോക്കാം. മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ, ശരിയല്ലേ. സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘുയന്ത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയല്ലോ. ബലത്തിന്റെ ദിശയോ അളവോ മാറ്റാൻ കഴിയുന്ന യന്ത്ര സംവിധാനം, ശരിയാണ്. ഉത്തോലകങ്ങൾ ഉദാഹരണമാണ്, ശരിയാണ്. ആപ്പ്, കപ്പി എന്നിവ ഉദാഹരണമാണ്, അതും ശരിയാണ്. അപ്പോൾ ഈ 4 എണ്ണവും ശരിയാണ് കേട്ടോ. ലഘുയന്ത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത് നോക്കാം. തന്നിരിക്കുന്നതിൽ ഒന്നിലധികം ലഘുയന്ത്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിലാണ്,
ചവണയിൽ ഒരെണ്ണേ ഉള്ളൂ, പാക്കുവെട്ടിയാണെങ്കിലും ഒരെണ്ണം, കത്രികയാണെങ്കിലും ഒരെണ്ണം, സൈക്കിളിൽ ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ. നമ്മുടെ ആൻസർ സൈക്കിളാണ്. അടുത്ത് നോക്കാം. ദാരത്തിൽ നിന്നും യത്നത്തിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ച് പ്രയോഗിക്കുന്ന ബലത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ഇവിടെ ദാരം? ഇതാണ് ദാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് യത്നം, പ്രയത്നം, അതായത് ഇതാണ് യത്നം. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് പറ്റുന്നതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ബലത്തിന് എന്താ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പം ഇയാൾ ഇവിടെ ഇരുന്നിട്ടാണിത്, ഇവിടെയാണ് ഇയാൾ ഒരു എഫേർട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുക, ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ കല്ലിനെടുത്ത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. നേരെ മറിച്ച് ഇയാൾ ഇവിടെ എഫേർട്ട് കൊടുക്കാണ്ട് ഇവിടെയാണ് വന്നിട്ട്, അതായത് ഏതാണ്ട് ഇതിൻ്റെ ഒരു മിഡിലായിട്ടാണ് വന്ന് എഫേർട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ ബലം ഇയാൾ ഈ ഒരു പോയിന്റിലാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ നെയിൽ കട്ടറിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ നഖം വെട്ടില്ലേ, അപ്പം നമ്മൾ ഈ അതിൻ്റെ അറ്റത്ത് പോയിട്ട് നമ്മൾ ബലം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ല കേട്ടോ. അതേസമയം നമ്മൾ നടുക്കാണ് ഞെക്കണമെങ്കിൽ, നെയിൽ കട്ടറിൻ്റെ നടുക്കാണ് ഞെക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫോഴ്സ് കൊടുത്താലായിരിക്കും നഖം വെട്ടാൻ പറ്റുന്നത്. അതായത് ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട്, എന്തൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? ഈ ദാരത്തിൻ്റെയും യത്നത്തിൻ്റെയും ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഫോഴ്സ് കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അതായത് പ്രയോഗിക്കുന്ന ബലം കൂടുന്നു അല്ല അല്ലേ, പ്രയോഗിക്കുന്ന ബലം കുറയുന്നു. നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി. പ്രയോഗിക്കുന്ന ബലം കൂടുകയും കുറയുകയും ചെയ്യുന്നു, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ആൻസർ കിട്ടിയല്ലോ, പ്രയോഗിക്കുന്ന ബലം കുറയുന്നു. ലഘുയന്ത്രങ്ങൾ നാം പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു? ലഘുയന്ത്രങ്ങൾ, സിമ്പിൾ മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ബലത്തിന്റെ അളവ് കുറയ്ക്കുന്നു എന്നുള്ളതാണ് അല്ലേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത് നോക്കാം. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പേപ്പർ കട്ടർ, ചൂണ്ട, സ്റ്റേപ്പിള്, കത്രിക. ഏതാ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ചൂണ്ടയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള 3 എണ്ണത്തിനും അത് ഏതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആണെന്നുള്ളത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്. അപ്പം നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചൂണ്ടയിൽ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മീൻ എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ ആയിരിക്കും നമുക്ക് മീനിനെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇത് പൊക്കുന്നത് നമ്മൾ ഇവിടെ പിടിച്ചിട്ടായിരിക്കും കേട്ടോ, ഇവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ പൊക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ അറ്റത്തായിരിക്കും, എഫ് ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ്? ഇ ആണ് നടുക്ക് വന്നിട്ടുള്ളത്. ഈ നടുക്ക് വരികയാണെങ്കിൽ എഫ് ആർ ഇ എന്ന് ഞാൻ എഴുതി, ഇ ആണ് നടുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തേർഡ് ഓർഡർ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ ചെരിവ് തലം, അതായത് ഇൻക്ലൈൻ പ്ലെയിനിന് ഉദാഹരണങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ചെരിച്ചു വെച്ച തടികൾ ഉപയോഗിച്ച് ലോറിയിൽ നിന്ന് തടികൾ ഇറക്കുന്നു. ഇത് കറക്റ്റാണ്. അപ്പോൾ ലോറി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് 2 മരങ്ങൾ ഇങ്ങനെ ചെരിച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും ബാക്കിയുള്ള തടികളൊക്കെ ഇങ്ങനെ ഉരുട്ടി താഴ്ത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഇൻക്ലൈൻ പ്ലെയിന് എക്സാമ്പിളാണ്. ചെരിച്ചു വെച്ചുകൊണ്ട് തന്നെ പണി എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റും. അടുത്തത് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ്. അപ്പം മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് എങ്ങനെ ഏതാണ്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പൊക്കെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ മരത്തിനിടയിൽ ഈ ഒരു ആപ്പ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ബലം കൊടുക്കുമ്പോൾ തന്നെ ആ മരം അങ്ങ് പിളർന്നങ്ങ് പോവാണ് അല്ലേ. അപ്പോൾ അതിനൊരു ചെരിവുള്ളതുകൊണ്ടാണ് നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻക്ലൈൻ പ്ലെയിനിന് വേറൊരു എക്സാമ്പിളാണ് മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ്. അടുത്തത് ആണിയുടെ അഗ്രഭാഗത്തെ ചെരിവ് തലങ്ങൾ. അപ്പോൾ ആണിയുടെ അഗ്രഭാഗത്ത് ചെരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ തന്നെ അത് കയറിപ്പോവും. അപ്പോൾ അതും ഇൻക്ലൈൻ പ്ലെയിൻ ഒരു എക്സാമ്പിളാണ്. കത്രിക എക്സാമ്പിൾ അല്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു മിസ്റ്റേക്ക്. അപ്പോൾ നമ്മുടെ SCERT കൊടുത്തിട്ടുള്ള ഒരു 3 എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതേ ഓപ്ഷൻസ് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അടുത്ത് നമുക്ക് ഊർജ്ജത്തിൻ്റെ ഉറവകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് വൺ, തന്നിരിക്കുന്നതിൽ പെട്രോളിയത്തെക്കുറിച്ച് അല്ലാത്ത പ്രസ്താവന എടുത്തെഴുതുക. നമുക്ക് 4 ഓപ്ഷൻസ് നോക്കാം. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ, കാരണം കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോകും. കാരണം പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, ശരിയാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നു, പെട്രോളിയത്തെ ശിലാതൈലം എന്നറിയപ്പെടുന്നു, കറക്റ്റാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ്. അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവാത്ത എനർജി സോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതല്ല, കറുത്ത സ്വർണം എന്ന് വിളിക്കുന്നു, അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ പെട്രോളിയം എന്ന് പറയുന്നത് കൺവെൻഷണൽ എനർജി സോഴ്സ് അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കാറ്റുണ്ട്, സൗരോർജ്ജമുണ്ട്, തിരമാല. ഓക്കെ, ഇതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ. അതായത് എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്. അടുത്ത് നോക്കാം, തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ,
കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അത് കറക്റ്റാണ്. അടുത്ത് നോക്കാം, ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അംശിക ശ്വേതനം. കറക്റ്റാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അത് ഈ പെട്രോളിയത്തിൽ നിന്ന് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് അംശിക ശ്വേതനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്തൊക്കെയാണ് കിട്ടുന്നത്? ഡീസൽ കിട്ടും, പെട്രോൾ കിട്ടും, മണ്ണെണ്ണ കിട്ടും, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. ഊർജ്ജത്തിന്റെ ഉറവിടം സൂര്യനാണ്. അത് ശരിയാണ്. സൗരോർജ്ജം ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. വീണ്ടും വന്നു അല്ലേ, സൗരോർജ്ജം ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് അല്ല, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. അതല്ല, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം, സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏത്? ആൻസർ സിൽവർ ആണ് കേട്ടോ. എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സോളാർ പാനൽ നമുക്ക് എന്താ നോക്കാം. ഇത് കണ്ടോ, സോളാർ സെൽസ്. ഇവിടെ ഒരുപാട് സോളാർ സെൽസ് ഉണ്ട്. അതിൻ്റെ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ സിൽവർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിൽവറിനകത്ത് ഹൈ കണ്ടക്ടിവിറ്റിയാണ്, അത് ഭയങ്കരമായിട്ട് കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ അതിനകത്തുള്ള ലോസ് കുറവാണ്, ഇലക്ട്രോൺ ലോസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സിൽവർ യൂസ് ചെയ്യാൻ കാര്യം. ഓക്കെ, അപ്പോൾ സോളാർ പാനൽ എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോളാർ സെൽസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണെന്ന് ആലോചിക്കാം. സിൽവർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കഞ്ചിക്കോട് കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏതാ? പാലക്കാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം. കഞ്ചിക്കോട് കേട്ടോ, പാലക്കാടാണ്. കറുത്ത സ്വർണം പെട്രോളിയം. കറുത്ത വജ്രം ഏതാ? കൽക്കരിയാണ്. ഓക്കെ, കറുത്ത വജ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൽക്കരി. അപ്പോൾ കരി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അതിനകത്ത് കാർബൺ ഉണ്ടാവും. അപ്പോൾ കാർബണിൻ്റെ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വജ്രമാണ്. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക. കറുത്ത സ്വർണം പെട്രോളിയം, കറുത്ത വജ്രം എന്ന് പറയുന്നത് കൽക്കരി എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പോൾ കൽക്കരി എങ്ങനെ ഉണ്ടാവുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിലൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള ഈ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ കൽക്കരി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പെട്രോളിയം എങ്ങനെ ഉണ്ടാവുന്നത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാവുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കാം, തന്നിരിക്കുന്നതിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഏതാ? LPG ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് LPGയുടെ ഫുൾ ഫോം. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന കേട്ടോ, നമുക്ക് വീണ്ടും അത് റിന്യൂ ചെയ്യാൻ പറ്റുന്നത് ഏതാ? സൗരോർജ്ജമാണ്. പെട്രോളിയം ആണെങ്കിലും കൽക്കരി ആണെങ്കിലും പ്രകൃതിവാതകം ആണെങ്കിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ്. കൺവെൻഷണൽ എനർജി സോഴ്സിന് എക്സാമ്പിളാണ് പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം. അടുത്ത ചോദ്യം നോക്കാം, സൂര്യപ്രകാശത്തെ വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ആൻസർ ഏതാ? സോളാർ സെല്ലാണ് കേട്ടോ. സോളാർ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? ഇത് സോളാർ സെല്ലാന്ന് വിചാരിച്ചോളൂ, വെറുതെ ഒരു ഫിഗർ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൺലൈറ്റ് വന്ന് വീഴുകയാണ് ഇതിനകത്ത് അല്ലേ, സൺലൈറ്റ് വന്ന് വീഴുകയാണ്. അപ്പോൾ സൺലൈറ്റിനകത്ത് എന്തുണ്ട്? ഫോട്ടോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൺലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ സെല്ലിനകത്തുള്ള ആറ്റംസ് ഉണ്ടല്ലോ, ഈ ആറ്റംസിനൊക്കെ ഭയങ്കരമായിട്ട് എനർജി കിട്ടും. എനർജി കിട്ടുമ്പോൾ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് നീങ്ങാൻ തുടങ്ങും. ഈ ഇലക്ട്രോൺസ് നീങ്ങുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എന്താ കിട്ടുന്നത്? കറണ്ട് വരും അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം I = Q/T എന്നുള്ളത് അറിയാം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്രത്തോളം ചാർജ് നീങ്ങുന്നു അല്ലെങ്കിൽ ഇലക്ട്രോൺസ് നീങ്ങുന്നു, അപ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സൺലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ ഈ സെല്ലിനകത്തുള്ള ആറ്റംസ് എക്സൈറ്റഡ് ആവും, അതിനകത്തുള്ള ഇലക്ട്രോൺസ് നീങ്ങാൻ തുടങ്ങും. ഇലക്ട്രോൺസ് നീങ്ങുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സൺലൈറ്റ്, സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. ഇവിടെയാണ് സോളാർ സെല്ലിൽ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന പ്രക്രിയ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏതാണ്? ഫോട്ടോ വോൾട്ടൈക്ക് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോൺസ് വന്ന് വീഴുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സൺലൈറ്റ്. അപ്പോൾ ഫോട്ടോ കിട്ടി. വോൾട്ടൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വോൾട്ടേജ് ആലോചിക്കാമല്ലോ. വോൾട്ടേജും കറണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം. വോൾട്ടേജ് ഉണ്ടെങ്കിൽ പിന്നെ കറണ്ട് ഉണ്ടാവും ഓംസിലോ വെച്ചിട്ട്. അപ്പോൾ ഫോട്ടോ വോൾട്ടൈക്ക് സെല്ലാണ് സൺലൈറ്റിനെ നേരിട്ട് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന പ്രക്രിയ. ഏതാണ്? ഫോട്ടോ വോൾട്ടൈക്ക്. അടുത്ത ചോദ്യം നോക്കാം, ഊർജ്ജ സംരക്ഷണ ദിനം. എന്നാണ് ഊർജ്ജ സംരക്ഷണ ദിനം? December 14. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതിനെ ഞാൻ വിശ്വസിക്കുകയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ എനർജിയൊക്കെ നമുക്ക് അവിടെ സേവ് ചെയ്യണം അല്ലേ, സംരക്ഷണ ദിനമാണ്. നമുക്കറിയാലോ December 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരുപാട് ലൈറ്റൊക്കെ കത്തിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു December 14 ആകുമ്പോൾ നമ്മൾ സംരക്ഷണം തുടങ്ങും കേട്ടോ. കാരണം December 15 നമുക്ക് 25 നമുക്ക് ഒരുപാട് ലൈറ്റൊക്കെ കത്തിക്കണമല്ലോ. അപ്പോൾ December 14 നമ്മൾ ഊർജ്ജ സംരക്ഷണം തുടങ്ങി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് കമൻസ് വഴി. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അടുത്ത 2 ചാപ്റ്റേഴ്സിൻ്റെ പഠിക്കാനുള്ള PDF ഞാൻ അതിനകത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.
ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ അറിവിൻ്റെ ജാലങ്ങളാണ്. SCERT 5th ചാപ്റ്റർ 7 ആണ്. ഇപ്പോൾ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യുക. ഞാൻ പ്ലേലിസ്റ്റിൽ എൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? ഓക്കെ, ഫസ്റ്റ് വൺ. കണ്ണിലെ ലെൻസ് നാം കാണുന്ന വസ്തുക്കളുടെ തല കീഴായിട്ടുള്ള പ്രതിബിംബം നമ്മുടെ കണ്ണിൽ ഉണ്ടാക്കുന്നു. അത് കറക്റ്റാണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ണിലെ ലെൻസ് ഏതാണെന്നുള്ളത് അറിയണം അല്ലേ? ഏതാ കണ്ണിലെ ലെൻസ്? ഏതാ? കോൺവെക്സ് ലെൻസാണ്. പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലത്തെ ലെൻസ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് കണ്ണിലുണ്ടാക്കുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. കണ്ണിലെ റെറ്റിനയിലാണ് പ്രതിബിംബം തല കീഴായിട്ട് പതിക്കുന്നത്. അതും ശരിയാണ്. കണ്ണിലെ റെറ്റിനയിലാണ് പ്രതിബിംബം തല കീഴായിട്ട് പതിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. നേത്രനാഡി ഈ പ്രതിബിംബത്തെ നിവർന്നതാക്കി തലച്ചോറിലെത്തിക്കുന്നു. ഇത് ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? സന്ദേശങ്ങളെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാഡി. പക്ഷെ നേത്രനാഡി ഈ പ്രതിബിംബത്തെ, അതായത് ഈ ഇമേജിനെ നിവർന്നതാക്കിയിട്ട് തലച്ചോറിൽ എത്തിക്കുന്നില്ല കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. തലച്ചോറ് വസ്തുവിനെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കുക. ഇത് SCERT കൊടുത്തിട്ടുള്ളൊരു ഫിഗറാണ്. ഇപ്പോൾ ഒരു പൂവിനെ നമ്മൾ കാണുകയാണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കണ്ണാണ്. പൂവിനെ നമ്മൾ കാണുന്ന സമയത്ത് കണ്ടോ, ഈ പൂവിൻ്റെ ഇമേജ് ഇതാണ് റെറ്റിന എന്ന് പറയുന്നത്. ഈ റെറ്റിനയിൽ ഇൻവേർട്ടഡ് ആയിട്ട്, അതായത് തല കീഴായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇനി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഈ ഇമേജ് തന്നെ നേത്രനാഡി വഴി എങ്ങോട്ടാണ് പോകുന്നത്? തലച്ചോറിലേക്ക് എത്തുന്നു കേട്ടോ. ഇതേപോലെ തന്നെയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. അതായത് തല കീഴായിട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ തലച്ചോറാണ് ഇതിനെ വീണ്ടും നിവർന്നതാക്കിയിട്ട് മാറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കയാണ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി. ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് മൂങ്ങ, സ്രാവ്, അതുപോലെ തന്നെ മരയോന്ത്. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി? സ്രാവാണ്. ഓക്കെ, രണ്ട് ദിശയിലെ കാഴ്ച കാണാൻ സാധിക്കുന്ന ആർക്കാ? രണ്ട് ദിശയിലെ കാഴ്ച ഒരേ സമയത്ത് കാണാൻ പറ്റുന്ന ആർക്കാണ്? മരയോന്തിനാണ്. നമ്മൾ കളിയാക്കിയിട്ടൊക്കെ പറയാറുണ്ട് അല്ലേ? ചിലർ മരയോന്ത് പോലെയൊക്കെ ഇരിക്കുന്നു. അതായത് ഒരേ സമയം തന്നെ രണ്ട് കണ്ണും രണ്ട് ഡയറക്ഷനിൽ പോയിട്ട് രണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ പിറകിലെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് മൂങ്ങയ്ക്കാണ്. മൂങ്ങയ്ക്ക് അതിൻ്റെ തല ഒരു 360 ഡിഗ്രിയോളം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറകിലെ കാഴ്ചകളൊക്കെ അതിന് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഒരേ സമയത്ത് രണ്ട് കണ്ണും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു കണ്ണ് വേറെ സ്ഥലത്തും മറ്റേ കണ്ണ് മറ്റേ സ്ഥലത്തും അല്ല. രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നു. നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതുമൂലമാണ്. ഇതുമൂലമാണോ നിറങ്ങൾ തിരിച്ചറിയുന്നത്? അല്ല, നിറങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് എന്ത് വഴിയാണ്? കോൺസെൽസ് വഴിയാണ് അല്ലേ? കോൺസെൽസ് ആണെങ്കിൽ നിറങ്ങൾ നമ്മൾ തിരിച്ചറിയും. റോഡ് സെൽസ് ആണെങ്കിൽ എങ്ങനെയാണ്? മങ്ങിയ വെളിച്ചത്തിലൊക്കെ കാണാൻ സഹായിക്കുന്നതാണ് റോഡ് സെൽസ്. അപ്പോൾ റോഡിൽ നമുക്കിങ്ങനെ ആലോചിക്കാം, റോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതുമൂലം വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. അത് കറക്റ്റാണ്. ഇതുമൂലമാണ് വസ്തുക്കളുടെ അകലം, സ്ഥാനം എന്നിവ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമേജ്, ഇതിൻ്റെ ഒരു ഫിഗർ SCERT കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഒരു കണ്ണടച്ചിട്ട് ഈ ക്യാപ്പ് ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പം തോന്നിയില്ല, ഇടാനൊക്കെ പറ്റി. അപ്പോൾ ഈ ബൈനോക്കുലർ വിഷൻ മൂലമാണ് വസ്തുക്കളുടെ അകലവും സ്ഥാനവും എന്നിവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടുത്തെ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത്? 1ഉം 3ഉം ആണ് ശരി അല്ലേ? 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അന്ധരായിട്ടുള്ള ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയാണ് വൈറ്റ് കെയിൻ. ശരിയാണ്. ഇത് ഭാരം കുറഞ്ഞ പൊള്ളയായിട്ടുള്ള ഒരു അലുമിനിയം ദണ്ടാണ് കേട്ടോ. അപ്പം അലുമിനിയം ദണ്ടാണ്, വൈറ്റ് കളറാണ് വൈറ്റ് കെയിൻ, അലുമിനിയം ദണ്ട്. വടിയുടെ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഹഭാഗം വസ്തുക്കളിൽ തട്ടി ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്നത്. ശരിയാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇതെല്ലാം വൈറ്റ് കെയിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഏതാ? ബ്രെയിൻ ലിപിയാണ് അല്ലേ? അന്ധരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രെയിൻ ലിപിയാണ്. അപ്പം അതിൻ്റെ ഒരു ബോക്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അന്ധരായിട്ടുള്ള ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി എന്ന് പറയുന്നത്. കട്ടിയായിട്ടുള്ള കടലാസിൽ തൊട്ടറിയാൻ കഴിയുന്ന വിധം ഉയർന്നു നിൽക്കുന്ന കുത്തുകൾ വഴിയാണ് അക്ഷരങ്ങൾ ഈ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയിസ് ബ്രെയിൽ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ലൂയിസ് ബ്രെയിൽ എന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കാം. ചേരുംപടി ചേർക്കുക. മാച്ച് ദി ഫോളോയിങ് ആണ്. ലൂയിസ് ബ്രെയിൻ ഏതാ വരുന്നത്? ബ്രെയിൻ ലിപിയാണ്. കാഴ്ചശക്തി അറിയാൻ സ്നെല്ലൻ ചാർട്ടാണ്. ഭൂപടങ്ങൾ എംബോയ്സ്ഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ സ്നെല്ലൻ ചാർട്ട് എന്തായിരുന്നു? നമ്മൾ ഈ ഒപ്തമോളജിസ്റ്റിൻ്റെ അടുത്ത്, അതായത് കണ്ണ് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ
അവർ നമ്മുടെ കണ്ണിൻ്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, കാഴ്ചശക്തിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടും കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് അല്ലേ. പല വ്യത്യസ്ത വലുപ്പത്തിലും അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉള്ളൊരു ചാർട്ടാണ്. 7 വരികളൊക്കെ ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ഒരു 6 മീറ്റർ അകലെ നിന്നിട്ട് ഇത് വായിക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കാഴ്ചശക്തിയൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചൊക്കെ 7 വരികളായിട്ട് 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, അകലെ നിന്നിട്ടാണ് നമ്മളിതെല്ലാം വായിക്കേണ്ടത്. അടുത്ത് നോക്കാം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പാമ്പുകൾക്ക് ബാഹ്യകരണമില്ല. കറക്റ്റാണ്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല. അതും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയല്ലേ. ഏതാണ്? ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാം. പാമ്പുകൾക്ക് ബാഹ്യകരണം ഇല്ലെങ്കിലും ആന്തരകരണം ഉപയോഗിച്ചിട്ട് തറയിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു. അതായത് അവർക്ക് ബാഹ്യകരണം ഇല്ല, പക്ഷേ ആന്തരകരണം ഉപയോഗിച്ചിട്ടാണ് അവർ ഈ നേരിയ ചലനങ്ങളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. നമ്മൾ പറയാറില്ലേ, ഈ നടന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വെറുതെ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പാമ്പിന് കേൾക്കാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു വടിയൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ കാരണം പാമ്പിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവിടെ നിന്ന് മാറിക്കോളും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാമ്പുകൾക്ക് വായുവിലൂടെ വരുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലങ്ങളിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നു കേട്ടോ. ഇത് SCERT-യിൽ കൊടുത്തിട്ടുള്ളൊരു ഫിഗറാണ് നാവിൻ്റെ. അപ്പോൾ രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവം നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ? നാവാണ്. അതുപോലെ തന്നെ നാവിൽ മധുരം അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? നാവിൻ്റെ അഗ്രത്ത്, അതായത് തുമ്പത്താണെന്നുള്ളത് ഓർക്കുക കേട്ടോ. പിന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ടല്ലോ കണ്ടോ, ഇതൊക്കെ ഈ ഒരു സൈഡിൽ ഒരു ബോർഡർ പോലെയല്ലേ വന്നിട്ടില്ലേ. ഉപ്പ് പുളി എന്നിവ അനുഭവപ്പെടുന്ന നാവിൻ്റെ വശങ്ങളിലാണ് ഉപ്പും പുളിയൊക്കെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ കയ്പ്പ് അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാവിൻ്റെ ഈ ഒരു ഉൾഭാഗത്താണെന്നുള്ളത് ഓർക്കുക കേട്ടോ. കയ്പ്പ് ഉൾഭാഗത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ഓർത്താൽ മതി, നമ്മുടെ കയ്പേറിയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ കയ്പ്പ് ഉൾഭാഗത്ത്. പുളിയും ഉപ്പും എവിടെയാണ്? ഇരുവശങ്ങളിലുണ്ടെന്ന് ഓർക്കുക. മധുരം എപ്പോഴും നമ്മുടെ ടിപ്പിലായിരിക്കും, നാവിൻ്റെ തുമ്പത്തായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. കയ്പുള്ള ഗുളികകൾ നാവിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്? എവിടെയായിരിക്കും? നാവിൻ്റെ നടുഭാഗത്ത്. കാരണം ഉൾഭാഗത്ത് അല്ലെങ്കിൽ നടുഭാഗത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കയ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നാവിൻ്റെ നടുഭാഗത്തായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. മനുഷ്യനുള്ള ജ്ഞാനേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 5 എണ്ണമാണെന്നുള്ളത്. ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ SCERT-യിലത്തെ 8ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണം അല്ലാത്തത് ഏത് ആൻസർ വരുന്നത്? ഒന്ന് വേഗം നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. അല്ലാത്തത് കോളറ, അതേപോലെ തന്നെ ചെങ്കണ്ണ് അല്ലേ. ഇത് രണ്ടും വായുവിലൂടെ പകരുന്ന രോഗങ്ങളല്ല. പിന്നെ എങ്ങനെയായിരിക്കും അത് പരക്കുന്നത്? നമുക്കിതിനെക്കുറിച്ചൊരു ചെറിയൊരു ടേബിൾ പഠിക്കാം. SCERT-യിൽ കൊടുത്തിട്ടുള്ളൊരു ടേബിളാണ്. അപ്പോൾ നോക്കിക്കോളൂ, പകരുന്ന രീതികൾ അതുപോലെ തന്നെ പരക്കുന്ന രോഗങ്ങൾ. വായുവിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓർക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. വായുവിലൂടെ പരക്കുന്ന അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജലദോഷം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ, വായുവിലൂടെ തന്നെയാണ് പകരുന്നത്. പിന്നെയുള്ളത് ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും എന്ന് ആലോചിക്കുക കേട്ടോ. ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും. അപ്പോൾ ചിക്കൻ മീൽസ് എന്ന് പറയുമ്പോൾ ചിക്കൻ ബോക്സ് ആണെന്നുള്ളത് ആലോചിക്കണം. ചിക്കൻ കുനിയായിട്ട് കണക്ട് ചെയ്യരുത്. കാരണം ചിക്കൻ കുനിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊതുക എന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ചിക്കൻ മീൽസ് കഴിച്ചാൽ ക്ഷയം മാറും. അപ്പോൾ ചിക്കൻ ബോക്സ്, അതുപോലെ തന്നെ മീൽസ്, ഞാൻ ഉദ്ദേശിച്ചത് മീസിൽസ് ആണ്. മീസിൽസ്, ക്ഷയം, ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ വായുവായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചോളൂ. വായു എന്നല്ലെങ്കിലും വായയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ചിക്കൻ മീൽസ് നമ്മൾ വായയിലേക്കല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കുക. ചിക്കൻ മീൽസ്, ക്ഷയം. ഓക്കെ, ക്ഷയം മാറും എന്നുള്ളത്. അടുത്ത് നോക്കാം, വെള്ളം, ആഹാരം എന്നിവയിലൂടെ പരക്കുന്ന രോഗങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഏതൊക്കെയാണ്? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കാം. അതായത് വെള്ളവും ആഹാരവും പോലും കിട്ടാത്ത ഒരു എലിക്ക് വെള്ളവും ആഹാരവും കിട്ടിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ടൈയും അതുപോലെ തന്നെ കോളറും എല്ലാം കടിച്ചു തിന്നും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ എങ്ങനത്തെ ടൈ ആണ്? മഞ്ഞ കളറുള്ള ടൈ ആണെന്നോ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വെള്ളവും ആഹാരം കിട്ടാത്ത എലി ടൈയും കോളറും ഒക്കെ തിന്നും, മഞ്ഞ കളറുള്ള ടൈ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഈച്ച മുഖേനയുള്ളത് ഏതൊക്കെയാണ്? കോളറ, വയറിളക്കം. ഈച്ച എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഈച്ച ഇരിക്കുന്ന ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാതെ കഴിക്കല്ലേ, കാരണം വയറിളക്കം പിടിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അപ്പോൾ വയറിളക്കം അതുപോലെ തന്നെ കോളറ, ഇത് ഈച്ച മുഖേന. കൊതുക് മുഖേനയുള്ളത് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതെല്ലാം നിങ്ങൾക്ക് ടേംസുകളെല്ലാം ഒരുവിധം ഫെമിലിയർ ആയിരിക്കും. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലമ്പനി, അതുപോലെ തന്നെ മന്ത്. കൊതുക് ചെറുതാണെങ്കിലും പരത്തുന്നത് വലിയൊരു മന്താണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്യുലെക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്.
അടുത്തത് സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന ചെങ്കണ്ണ്, അതുപോലെ തന്നെ കുഷ്ഠം. ചെങ്കണ്ണ് എന്ന് പറഞ്ഞാൽ കൺജക്റ്റിവൈറ്റിസ് ആണ്, അതുപോലെ തന്നെ കുഷ്ഠം, ഇത് സമ്പർക്കം മുഖേന. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം, ചേരുംപടി ചേർക്കുക. കൊതുക്, ഈച്ച, വായു, ഇവിടെ കോളറ, ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി. ഒന്ന് വേഗം കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്തിട്ട് പറഞ്ഞേ, ഏത് ആൻസർ വരുന്നത്? കൊതുക് ഡെങ്കിപ്പനിയാണ്, ഈച്ച ഏതാ? കോളറയാണ്, അതുപോലെ തന്നെ വായുവിലൂടെ പരക്കുന്നത് ചിക്കൻ ബോക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ വരുന്നത് CAB ആണെന്ന് തോന്നുന്നു അല്ലേ? CAB, യെസ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ? വെള്ളം, ആഹാരം കേട്ടോ. അപ്പോൾ ഞാൻ കോഡ് പറഞ്ഞു തന്നിരുന്നല്ലോ, വെള്ളം, ആഹാരം പോലും കിട്ടാത്ത നമ്മുടെ എലി, ടൈയും അതുപോലെ തന്നെ കോളറും എല്ലാതും കടിച്ചു തിന്നും അല്ലേ? മഞ്ഞ കളറുള്ള ടൈയും കോളറും എല്ലാം കടിച്ചു തിന്നും എന്ന് ആലോചിക്കുക. അപ്പോൾ ഇത് 4 വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെ? എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. മീസിൽസ് അല്ല. മീസിൽസ് ഏതായിരുന്നു? വായുവിലൂടെ പകരുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ചിക്കൻ മീൽസ്, ക്ഷയം എന്നൊക്കെയായിട്ട് വായുവായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണം? എത്ര ദിവസം വേണ്ടേ? 8 ദിവസം വേണ്ടേ കേട്ടോ. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണം? 8 ദിവസം. ഒന്ന് ഓർത്ത് വയ്ക്കണേ. അടുത്തത് ഡ്രൈ ഡേ പ്രചാരണവുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊതുക് വളരാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളങ്ങ് ഒഴിവാക്കുന്ന കാര്യം. അത് ആ ഒരു ദിവസമായിരിക്കും, ഡ്രൈ ഡേ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. ടയറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടിയൊക്കെ നിൽക്കില്ല, അതൊക്കെ എടുത്ത് മാറ്റി എല്ലാം ക്ലീൻ ചെയ്യുക. അതൊക്കെയാണ് ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈ ഡേ പ്രചാരണവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാസത്തിലൊരിക്കൽ നടത്തുന്നത് കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കൽ, അത് കറക്റ്റാണ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് തടയാൻ, അതും കറക്റ്റാണ്. ആഴ്ചയിലൊരിക്കൽ നടത്തുന്നത്, മാസത്തിലൊരിക്കലാണോ ആഴ്ചയിലൊരിക്കലാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? അതായത് കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം വേണമെന്ന് നമ്മൾ ചോദിച്ചു അല്ലേ? 8 ദിവസം വേണം. അപ്പോൾ എന്തായാലും അത് വിരിയണേക്കാൾ മുമ്പ് തന്നെ നമുക്കത് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ എന്തായാലും നടത്തണമല്ലോ. അപ്പോൾ ആഴ്ചയിലൊരിക്കലാണ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. മാസത്തിലൊരിക്കലാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. അടുത്ത് നോക്കാം. കൊതുക് വളർന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അപ്പോൾ കൊതുക് വളർന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഡ്രൈ ഡേ ആചരണം, അത് ശരിയാണ്. പുകയിടൽ ശരിയാണ്. മോസ്കിറ്റോ ബാറ്റ്, അപ്പോൾ എല്ലാം ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സൂപ്പർ ബഗ്ഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താ ഈ സൂപ്പർ ബഗ്? നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ, കൃഷിക്ക് ഹാനികരമായിട്ടുള്ള മറ്റ് കീടങ്ങളെ ഭക്ഷിക്കുന്ന നല്ല കീടങ്ങളാണ് സൂപ്പർ ബഗ്. ഇതാണോ? കൃഷിക്ക് ഹാനികരമായിട്ടുള്ള മറ്റ് കീടങ്ങളെ ഭക്ഷിക്കുന്ന നല്ല കീടങ്ങൾ, ഇത് തെറ്റാണ് കേട്ടോ. പിന്നെന്താന്ന് നോക്കാം. കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ചെടുത്ത എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ്. ഈ കപ്പലുകളൊക്കെ ഇങ്ങനെ എണ്ണച്ചോർച്ചയൊക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ ആ കടൽ മലിനമാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കണം. ബാക്ടീരിയ ആണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത് നോക്കാം. സൂപ്പർ ബഗ്ഗുകളെ വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആനന്ദ മോഹൻ ചക്രവർത്തിയാണ്. കറക്റ്റാണ്, ആനന്ദ മോഹൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അതെല്ലാം ക്ലീനൊക്കെ ചെയ്യും. അപ്പോൾ ആനന്ദം വരും. ആനന്ദ മോഹൻ ചക്രവർത്തി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ഒരു ഇനം വൈറസാണ് സൂപ്പർ ബഗ്. അല്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താ സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ? എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. ഓക്കെ, ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ഏതൊക്കെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായാണ് ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത്? ഏതിൻ്റെയൊക്കെയാ ആൻസർ? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. ബാക്ടീരിയ, അതുപോലെ തന്നെ ഫംഗസ്. അപ്പോൾ വൈറസ് എന്താ? ജീവനുള്ളവയിൽ മാത്രം വളരുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ബാക്ടീരിയയും ഫംഗസും. ജീവനുള്ള വസ്തുക്കളിൽ മാത്രം വളരുന്ന ജീവികളെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു സെക്ഷനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോ നാളെ കാലത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാപ്റ്റർ 7 ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങൾ ഈ SCERTയിൽ കൊടുത്തിട്ടുള്ള ബോക്സ്, ഞാൻ നേരത്തെ കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ബോക്സ് പഠിക്കാൻ മറക്കണ്ട. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ജന്തുവിശേഷങ്ങളാണ് കേട്ടോ. SCERT 5th ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, താഴെ പറയുന്ന പക്ഷികളുടെ അടയിരിപ്പ് കാലവുമായിട്ട് ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. അടയിരിപ്പ് കാലമാണ് കേട്ടോ. കോഴിക്ക് എത്രയാണ്, പ്രാവിന് എത്രയാണ്, ഒട്ടകപ്പക്ഷിക്ക് എത്രയാണ്? വേഗം ആൻസർ പറഞ്ഞേ. കോഴിക്ക് 21 ദിവസം, പ്രാവിന് 14 ദിവസം, ഒട്ടകപ്പക്ഷിക്ക് 42 ദിവസം. അപ്പോൾ കോഴിക്ക് 21 ദിവസം ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഒട്ടകപ്പക്ഷിക്ക് എന്നുള്ള ആലോചിക്കുക. അതിൻ്റെ സൈസൊക്കെ ഭയങ്കര വലുതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡബിളാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ 22 × 2 42 കിട്ടും. പിന്നെ പ്രാവിൻ്റെ 14 ദിവസം. ഇനി SCERTയിൽ കൊടുത്തിട്ടുള്ള ടേബിൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കോഴിക്ക് 21 ദിവസം, പ്രാവിനും കുരുവിക്കും 14 ദിവസം,
ഒട്ടകപക്ഷിക്ക് 42 ദിവസം, ലവ് ബേർഡ്സിന് 22 മുതൽ 25 ദിവസം വരെ. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. താഴെ പറയുന്നവയിൽ ദേശാടന പക്ഷികൾക്ക് ഉദാഹരണം ഏതാ? നാഗമോഹനും അതുപോലെ തന്നെ മണൽക്കോഴിയാണ്. അതായത് 2ഉം 3ഉമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദേശാടന പക്ഷിയാണ്. അപ്പോൾ ദേശാടനമൊക്കെ ചെയ്യാൻ അതിന് ഭയങ്കര മോഹമാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. നാഗമോഹൻ, അപ്പോൾ നാഗമോഹൻ കിട്ടിയ പോലെ തന്നെ ദേശാടനമൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ അല്ലേ പോകണേ, അപ്പോൾ മണലൊക്കെ ആയിട്ടുണ്ടാവും എന്ന് ഓർക്കുക. മണൽ കോഴി, അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചേ. ദേശാടന പക്ഷികൾക്ക് ഉദാഹരണം നാഗമോഹനും അതുപോലെ തന്നെ മണൽ കോഴി. അടുത്ത് നോക്കാം, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായി നവംബർ 21 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ശരിയാണോ? നവംബർ 21 ആണോ സലീം അലിയുടെ ജന്മദിനം? അല്ല, നവംബർ 12 ആണ് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അത് ശരിയാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ ഓർത്തു വയ്ക്കണം കേട്ടോ. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിൻ്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി നവംബർ 12 ആണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ചെറിയൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ 12ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കിളി പോകുന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പക്ഷി കിളിയായിട്ടൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കാമല്ലോ. അപ്പോൾ 12 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നവംബർ മാസം എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ മുട്ടയിടുന്നവ ഏത്? സാലമാൻഡർ, സിസീലിയൻ, തവള, മുതല. എന്താ ആൻസർ വരുന്നത്? എല്ലാം മുട്ടയിടുന്നവയാണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. തവളയുണ്ട്, സിസീലിയൻ ഉണ്ട്, സാലമാൻഡർ. സാലമാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിക്കൊക്കെ ഒരു കളറൊക്കെ അടിച്ച പോലെ ഇരിക്കുന്നുള്ള സാധനമാണ് കേട്ടോ സാലമാൻഡർ. അപ്പം പല്ലി അതുപോലെ തന്നെ നമുക്ക് മുതല, അതിനെ കുറച്ചും കൂടെ വലുതല്ലേ മുതല. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക, എല്ലാം മുട്ടയിടുന്നവയാണ്. അപ്പോൾ തവള, സാലമാൻഡർ, സിസിലിയൻ ഇതിനെയൊക്കെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആംഫിബിയൻസ്. മലയാളം പഠിച്ചു വയ്ക്കണം. ഉഭയജീവികൾ, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെയാണ് നമ്മൾ ആംഫിബിയൻസ് എന്ന് പറയുന്നത്, ഉഭയജീവികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? റെപ്റ്റൈൽസ് ആണ്. അതായത് ഉരകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം, ഒരച്ചുകൊണ്ട് നടക്കുന്ന ജീവികളാണ് റെപ്റ്റൈൽസ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചർമ്മം വരണ്ടതും ശൽക്കങ്ങളുള്ളവയൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന സൂചനകൾ പരിശോധിച്ച് ഉത്തരം കണ്ടെത്തുക. മുട്ടയിടാൻ വേണ്ടി പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് വടക്കേ അമേരിക്കൻ നദികളിൽ എത്തുന്നു. മുട്ടയിട്ട് കഴിയുന്നതോടുകൂടി മണൽത്തിട്ടകളിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാവുന്നു. ഇതിൻ്റെയൊക്കെ ആൻസർ ഏതാ? സാൽമൺ മത്സ്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം ഓർക്കാൻ വേണ്ടിയിട്ട്. അതായത് പസഫിക് സമുദ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വടക്കേ അമേരിക്കൻ നദികളിലൊക്കെ വന്ന് എത്തുന്നു. പിന്നെ ഏതാ? മണൽത്തിട്ടകളിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. സാൽമൺ മത്സ്യം. അപ്പോൾ പസഫിക് സമുദ്രം എന്ന് പറയുമ്പോൾ സലൈൻ ആണ് അല്ലേ, ഉപ്പാണ്. അപ്പോൾ നമുക്ക് സാല് കിട്ടി. അതുപോലെ തന്നെ മണൽത്തിട്ടകളിലൊക്കെയാണ് അത് കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത്. അപ്പോൾ മണ്ണും കിട്ടി. സാൽമൺ മത്സ്യം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി സാൽമൺ മത്സ്യത്തെക്കുറിച്ച് SCRT കൊടുത്തുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് സാൽമൺ എന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്ത് വയ്ക്കുക. പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. പിന്നെ 2500ഓളം കിലോമീറ്റർ അകലെയുള്ള വടക്കൻ അമേരിക്കൻ നദികളിലാണ് അവസാനിക്കുന്നത്. അതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽത്തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ വനം വകുപ്പിന് കീഴിലുള്ള കടലാമ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? മുതിയം കടൽ തീരം, മലപ്പുറം. ഓർത്ത് വയ്ക്കുക, മുതിയം കടൽ തീരം, മലപ്പുറം. മുതിർന്ന കടലാമയാണെന്നോ ഇങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ ചിത്രശലഭത്തിന്റെ ജീവിതചക്രം ഏത്? ഏത് ആൻസർ വരുന്നേ? വേഗം നോക്കിയിട്ട് പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ ആണ് മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം അല്ലെ. മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ഇവിടെ നോക്കിയാൽ കൊതുകിന്റെ രൂപാന്തരനാണ് കൊടുത്തിട്ടുള്ളത്. മുട്ട, പിന്നെ കൂത്താടി, പിന്നെ അതിന് ശേഷമാണ് ലാർവ, പിന്നെ കൊതുകായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ തവളയുടെ കൊടുത്തിട്ടുണ്ട്. മുട്ട, വാൽമാക്രി, പിന്നെയാണ് തവളയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ കേട്ടോ. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് രൂപാന്തരണം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലാർവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാർവാവസ്ഥയൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ചാ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി കഴിയുമ്പോഴായിരിക്കും ഈ മാതൃജീവിയോട് സാദൃശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത് കേട്ടോ. അതൊന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? പറക്കുന്ന സസ്തനിയാണ് വവ്വാൽ. അത് ശരിയാണല്ലോ, കറക്റ്റാണ്. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. അതും ശരിയാണ്. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. പ്രസവിക്കുന്ന സസ്തനിയാണ് എക്കിഡ്ന. ശരിയാണോ? അല്ല, തെറ്റാ. അപ്പോൾ എന്താണ് ഇതിൽ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? മുട്ടയിടുന്ന സസ്തനി തന്നെയാണ് എക്കിഡ്ന അല്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ശരി. മൂന്നാമത്തെ തെറ്റാണ്. ഇനി നമുക്ക് SCRT കൊടുത്തുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സസ്തനികൾ സാധാരണ പ്രസവിക്കുന്നതാണ് കേട്ടോ. പക്ഷേ മുട്ടയിടുന്ന ചില സസ്തനികളും ഇക്കൂട്ടത്തിലുണ്ട്.
അപ്പോൾ ഈ പ്ലാറ്റിപ്പസും എക്കിഡ്ന എന്ന് പറയുന്നത് മുട്ടയിടുന്ന സസ്തനിയാണ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അതായത് മുട്ട എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റിൽ കിഡിന് മുട്ട കൊടുത്തു എന്ന് ഓർത്താൽ മതി കേട്ടോ. എന്തൊക്കെയാണ്? പ്ലേറ്റിൽ കിഡിന് മുട്ട കൊടുത്തു. അതായത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിപ്പസ്, കിഡ്, എക്കിഡ്ന മുട്ട കൊടുത്തു. അപ്പോൾ മുട്ടയിടുന്ന സസ്തനികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാറ്റിപ്പസും എക്കിഡ്ന. പഠിച്ചല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മണ്ണിര, പ്ലനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. അത് ശരിയാണ് അല്ലേ? പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിര. അത് ശരിയാണ്. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ് കേട്ടോ. അപ്പോൾ മണ്ണിര, പ്ലനേറിയ എന്നൊക്കെ പറയണത്, ഈ പ്ലനേറിയ എന്ന് പറയുന്ന ഒരു തരം വിരയാണ്. അപ്പോൾ ഇവരുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞാലും അതിന് വീണ്ടും വളർന്ന് പുതിയ ജീവിയായിട്ട് മാറാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല പ്ലാൻ ഉണ്ടെന്നൊക്കെ ഓർക്കുക കേട്ടോ. പ്ലനേറിയ, മണ്ണിര, പ്ലനേറിയ എന്നിവയുടെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. പ്ലാനൊക്കെ ഉണ്ട് പ്ലനേറിയ എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നത് കടൽ കുതിരയാണ്. അപ്പോൾ 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവിയാണ് ഈ കടൽ കുതിര എന്ന് പറയുന്നത്. പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് 40 ദിവസം കഴിയുമ്പോൾ ഈ മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ കാണുമ്പോൾ ആൺ കടൽ കുതിര പ്രസവിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇതാണ് ശരിക്കുള്ള കാര്യം കേട്ടോ. അപ്പോൾ പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ഏതാണ്? കടൽ കുതിര എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രസവിക്കുന്ന പാമ്പ്, അതേപോലെ തന്നെ പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന അണലിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ മുട്ടകളായിട്ടൊക്കെ ഇരിക്കുകയാണ്. മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വരുമ്പോൾ അത് അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന ചോദ്യമാണ് കേട്ടോ. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിക്കപ്പെടുന്നത് പവിഴപ്പുറ്റുകൾ. ശരിയാണ്. കടലിനടിയിൽ പൂന്തോട്ടങ്ങൾ പോലെ കാണുന്ന ജീവനില്ലാത്ത വസ്തുക്കളാണ് പവിഴപ്പുറ്റുകൾ. ശരിയാണോ? ജീവനില്ലാത്ത വസ്തുക്കളാണോ? അല്ല, ജീവനുള്ള വസ്തുക്കളാണ് കേട്ടോ. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പവിഴപ്പുറ്റുകൾ പ്രയോജനപ്പെടുത്തുന്നു. അത് ശരിയാണ്. കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പവിഴപ്പുറ്റുകൾക്ക് പ്രയോജനപ്പെടുന്നു. പിന്നെ വർഷം നോക്കി വയ്ക്കുക. 1997, 2008 എന്നീ വർഷങ്ങളിൽ പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. 1997, 2008 കേട്ടോ എന്നീ വർഷങ്ങളിൽ പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുന്നുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പവിഴപ്പുറ്റുകളൊക്കെയാണ്, പവിഴൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു ബാരിയർ ഉണ്ടെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ SCERT 5th തീർത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 10 ചാപ്റ്ററും പഠിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തത് SCERT 6 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്.